എന്നോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഈ രേവതി ഇതെവിടെ പോയി കിടക്കുക? നാട്ടുകാരൊക്കെ എണീക്കുന്നതിന് മുന്നേ വന്ന ഭാഗ്യം, ഇല്ലെങ്കിൽ കൈയോടെ പൊക്കുമെന്നല്ല. സോറി ബാല, നീ ഒരുപാട് നേരമായി വന്നിട്ട്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, അതാ. എൻ്റെ പൊന്നൊരിയോ, എത്ര നേരമായെന്നറിയോ ഞാനിവിടെ കാത്തു നിൽക്കുന്നു. ആരെങ്കിലും കണ്ടാലുള്ള പ്രശ്നം അറിയാലോ നിനക്ക്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ബാല. അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ ചാടിയത്. സോറി, നമുക്ക് പോവാം. ആരെങ്കിലും കാണുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ബാ. റിവു, നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? പിന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണല്ലോ. എല്ലാം സെറ്റല്ലേ? നമുക്ക് പോവാം. ഇല്ല ബാല, ഞാനിത് ഉറപ്പിച്ചതാ. നമുക്കിവിടെ നിന്ന് പോവാം. ബാ. ഞാൻ വീട്ടിലില്ലാന്നറിഞ്ഞാൽ അച്ഛനെന്നെ തപ്പി ഇറങ്ങും. അതിനു മുന്നേ ട്രെയിൻ വന്നില്ലെങ്കിൽ ആകെ കുഴയും. ഈ ട്രെയിൻ എന്താ ഇതുവരെ വരാത്ത ബാല? ഹേയ്, നീ ടെൻഷനാവല്ലേ. ഇനി വെറും 10 മിനിറ്റോടെ ഉള്ളൂ ട്രെയിന് വരാൻ. പിന്നെ വീട്ടിലിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നേരം എടുത്തില്ലല്ലോ. ഈ രാത്രി എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇല്ല ബാല, ഈ നശിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എനിക്കറിയാമല്ല. ആ, ഇതാ ട്രെയിൻ വന്നു. ബാ. ഈശ്വര, ഇനി ഈ നാട്ടിലേക്ക് എന്നെ തിരിച്ചെത്തിക്കരുതേ. ഈ നാടും ഇവിടുത്തെ ആചാരങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എന്നോട് ക്ഷമിക്കണേ. എൻ്റെ കൂടെ ഉണ്ടാവണേ എപ്പോഴും. ഇതാ നീ പറഞ്ഞ യാമിനിയില്ല, ഞങ്ങളുടെ പഴയ തറവാട്. ബാലു, നീ പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ല. നിന്റെ വാശി പുറത്ത് ഞാനിപ്പോൾ കൊണ്ടുവന്നത്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ വേണോ? നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കിയാലോ? ഇല്ല ബാല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛൻ അറിഞ്ഞാൽ അച്ഛനെ ലോകം മൊത്തം ഒന്ന് അന്വേഷിക്കും. അച്ഛൻ വരാത്ത ഒരേ ഒരു സ്ഥലം അതിവിടെയാ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. അത് നീ പറഞ്ഞ സത്യ. നിന്റെ അച്ഛൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ മരണസമയത്ത് എന്നോട് വന്ന് പറഞ്ഞു താക്കോൽ വന്നിട്ട് ഇനി ഇവിടുത്തെ കാര്യസ്ഥ പണി ഏറ്റെടുക്കണമെന്ന്. അപ്പോൾ പോലും നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടില്ല. അതിനർത്ഥം ഇവിടെ എന്തൊക്കെയോ ഇല്ലേ? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പറഞ്ഞ ശരിയാ. എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇവിടെ യാമിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടെന്ന്. ദ റിയൽ കോസ്റ്റ്. പക്ഷേ ആ പുള്ളിക്കാരി പാവങ്ങളൊന്നും ചെയ്യാറില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ആ പുള്ളിക്കാരി ഉപദ്രവിക്കാറുള്ളൂ എന്നാണ് മുത്തശ്ശി പറയാറ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സേഫ് അല്ലേ? ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആർക്കും മോശമാണെന്ന് ചിന്തിച്ചിട്ടുമില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ഇത്രയും വലിയ തറവാട്ടിൽ നീ ഒറ്റയ്ക്ക്, അതാ എനിക്ക് പേടി. എൻ്റെ പൊന്നു ബാല, ഞാൻ ഓക്കെയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലത്തെ കാര്യം നീ ടെൻഷൻ അടിക്കണ്ട. രാഘവ മാഷ് എനിക്ക് ഇവിടുത്തെ സ്കൂളിൽ നേരത്തെ തന്നെ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, മലയാള അധ്യാപിക. അപ്പോൾ ഞാൻ അതിന് പോകും. പിന്നെ രാത്രി അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. എടി, അതൊക്കെ ഓക്കെ. പക്ഷേ എത്ര കാലം നീ ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കും? ഇതിനൊരു അവസാനം വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. മാഷിനോട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാഷ് എനിക്ക് UK ഒരു നല്ല ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിസയും പാസ്പോർട്ടും ശരിയാക്കുമ്പോൾ എന്നെ ഇൻഫോം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാഷായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. നീ ഈ നഷ്ടം നടന്ന് പൊക്കോ, അതാ നല്ലത്. ശരിയാ ബാല, എനിക്ക് ഈ നാടും നാട്ടുകാരൊക്കെ മടുത്തു. ഒരുപാട് ആചാരങ്ങളും മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് മനുഷ്യന്മാരും. ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് എൻ്റേതായ ജീവിതം എനിക്ക് ജീവിക്കണം. അതൊക്കെ ഓക്കെ. ഇവിടുന്ന് പോകുമ്പോൾ ഈ പാവം കൂട്ടുകാരനെ മറക്കാതിരുന്നാൽ മതി. നിന്റെ വണ്ടിയിൽ ഞാനൊരു 4 ലക്ഷം രൂപ വച്ചിട്ടുണ്ട്. അതെടുത്ത് അമ്മയുടെ ഓപ്പറേഷന് കൊടുത്തോ. പിന്നീട് കയ്യിൽ കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. എനിക്ക് ക്യാഷിന് ബുദ്ധിമുട്ടാണെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലെങ്കിലും ഞാനിത് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കൂട്ടുകാരിയാ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മ തന്നതാ, അച്ഛനറിയാതെ. എനിക്കിപ്പോൾ ആവശ്യമില്ല. നീ എടുത്തോ. എടി, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? നിൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? നീ വെച്ചോ, ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. അത് നീ തന്നെ വെച്ചോ, അതാ നല്ലത്. അയ്യടാ, നിനക്ക് ഫ്രീ ആയിട്ടൊന്നുമില്ല ഞാൻ ആ പൈസ തരുന്നത്. നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തരണം. തൽക്കാലം നീ അത് എടുക്ക്. അമ്മയുടെ ഓപ്പറേഷൻ അത് നടക്കട്ടെ.
Hello, Mr. Surya Prasad. Nice to meet you. താങ്ക് യു മിസ്റ്റർ ക്രിസ്റ്റി. ഈ ഷോയ്ക്ക് എന്നെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തില്ലേ? താങ്ക് യു സോ മച്ച്. മിസ്റ്റർ സൂര്യ പ്രസാദ്, ഈ അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് 18 അവാർഡാണ് കിട്ടിയത്. നിങ്ങൾക്കും നിങ്ങളുടെ കഥയ്ക്കും ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല, ഇനി എന്താണ് അടുത്ത അപ്ഡേറ്റ് എന്ന് അറിയാനും നമ്മുടെ പ്രേക്ഷകർ വെയിറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെയും എൻ്റെ സ്റ്റോറിയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലേ, അതിന് ഒരുപാട് താങ്ക് യു. പിന്നെ ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കുറേയൊക്കെ ഇമാജിനേഷനാണ്. പിന്നെ എൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്റ്റോറി കൂടെ എഴുതാൻ പോവുകയാണ്. ഇത് മറ്റുള്ള സ്റ്റോറിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിയൽ സ്റ്റോറി. റിയലി വി ആർ ടു എക്സൈറ്റഡ്. യാ, മീ ആൾസോ. ഞാനും ഈ സ്റ്റോറിയിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഈ അടുത്തിടെയായിട്ട് കുറച്ച് മെസ്സേജും ന്യൂസും ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. സൂര്യപ്രസാദ് ജോലി റിസൈൻ ചെയ്തു എന്ന്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെ, ഞാൻ കുറച്ച് നാൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലി തൽക്കാലത്തേക്ക് റിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലി റിസൈൻ ചെയ്തതും ഈ നാട്ടിൽ നിന്ന് മാറുന്നതും ആ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? സോറി, ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക്. യാ, ഞാൻ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം ഈ നാട്ടിൽ നിന്നും എൻ്റെ ജോലിയിൽ നിന്നും മാറി നിൽക്കുന്നത്. ആക്ച്വലി എൻ്റെ ഇനി വരാൻ പോകുന്ന സ്റ്റോറി അത് റിയൽ ആയിരിക്കണം. അതിൽ ഒരു ഇമാജിനേഷനും പാടില്ല. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്നും മാറി നിൽക്കേണ്ടി വരും. എനിവേ, ആ സ്റ്റോറിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ബിക്കോസ് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ആക്കില്ല എന്ന്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ക്രിസ്റ്റി, താങ്ക് യു സോ മച്ച്. ജോലി റിസൈൻ ചെയ്ത് അവൻ ഏത് നാട്ടിലേക്കാ പോകുന്നത്? എന്ത് സ്റ്റോറി ആയാലും ജോലി റിസൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവൻ ആരാ? ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കൂടെയാണോ അറിയേണ്ടത്? എൻ്റെ പൊന്നു സുമിത്ര, എനിക്കിതൊന്നും അറിയില്ല. നീ ഈ പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയുന്ന. ഏതായാലും അവൻ വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാം. പ്രസാദേട്ടാ, എന്റെ മുമ്പിലിരുന്ന് അഭിനയിക്കരുത്. എനിക്കറിയാം നിങ്ങളറിയാതെ അവൻ ഒന്നും ചെയ്യില്ല. അവൻ ഏത് നാട്ടിലേക്കാ പോകുന്നത്? ഇങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഒരു നോവലിസ്റ്റ് ആയപ്പോ അവൻ എന്തു ആവാന്നാണോ ഒറ്റയ്ക്ക്? ആഹാ, അമ്മ നന്നായിട്ട് തുള്ളുന്നുണ്ടല്ലോ. കാണാത്ത പോലെ പോവാം. ഒന്നവിടെ നിന്നേ എഴുത്തുകാരാ. നിനക്കെന്താ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണി കാണുന്നില്ലേ? ആ, പിടിച്ചു. ഫ്രഷ് ആയിട്ട് വരാമെന്ന് കരുതി. എന്റെ പൊന്നുമോനെ ഇങ്ങോട്ട് വന്നേ. അതിനെന്താ അമ്മ? എന്താ അമ്മ? എന്താ ചിരി? ചിരിച്ചോണ്ട് ചെന്ന് കയറി കൊടുക്കുക, നന്നായിരിക്കും. നീ ജോലി റിസൈൻ ചെയ്ത് ഏത് നാട്ടിലോട്ടാ പോകുന്നേ? ഏത് നാട്ടിലെ റിയൽ സ്റ്റോറിയാ നീ ചെയ്യാൻ പോകുന്നേ? അതാ എനിക്കറിയേണ്ട. അതമ്മ, ഞാൻ പോകുന്നത് അമ്മയുടെ നാടായ ചന്ദനംകുന്ന് ഗ്രാമത്തിലാണ്. ചന്ദനംകുന്ന് ഗ്രാമത്തിലേക്കോ? ഞാനെങ്ങും നിന്നെ അങ്ങോട്ട് വിടില്ല. അവിടുത്തെ ബന്ധങ്ങളും നാടും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാ ഞാൻ നിന്റെ അച്ഛനോട് ഇങ്ങോട്ട് വന്നത്, രക്ഷപ്പെട്ട്. അവിടേക്ക് പോകണ്ട മോനെ. നിന്റെ സ്റ്റോറി എന്തായാലും അതിവിടെ വെച്ച് ചെയ്താൽ മതി. അമ്മ, ഞാനൊന്ന് പറയട്ടെ. ഞാനവിടെ പോകുന്നത് അമ്മയുടെ തറവാട്ടിലല്ല, അവിടുത്തെ കുട്ടികളെ വെച്ചൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാ. ആ ഗ്രാമത്തിൽ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലാണ്ട് കഷ്ടപ്പെടുക. അവർക്കൊരു ഹെൽപ്പും ചെയ്തു കൊടുത്ത് അതിനെ ഡോക്യുമെൻ്ററി ആക്കി ഞാനിങ്ങ് പോരും. അല്ലാണ്ട് അമ്മയുടെ തറവാടിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ആ നാട് അതെനിക്കിപ്പോഴും ഒരു പേടി സ്വപ്നം. അവിടേക്ക് നിന്നെ ഞാൻ വിടില്ല. നീ എൻ്റെ വാക്ക് കേൾക്ക്. അങ്ങോട്ടേക്ക് പോകണ്ട മോനെ. അമ്മ, ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. പ്ലീസ് അമ്മ. എന്താ സുമിത്ര ഇത്? അന്നത്തെ പോലെയാണോ ഇപ്പോൾ? അവൻ വലുതായില്ലേ? അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായില്ലേ അവൻ? വലുതായാലും ചെറുതായാലും എനിക്കൊന്നേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല. അത് അത്രയും നശിച്ച നാടാ. മോൻ അമ്മ പറയുന്ന കേക്ക്. അങ്ങോട്ടേക്ക് പോകണ്ട. ഇവിടെ വെച്ച് എന്തെന്നത് ചെയ്തോ? ഞാനല്ലേ പറയുന്ന, ഞാൻ പോയതുപോലെ തിരിച്ചു വരും. അമ്മയുടെ മോൻ പറഞ്ഞതല്ലേ. എന്റെ സുമിത്രയെ, അവൻ വലുതായില്ലേ? ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? അതെ, അച്ഛൻ പറയുന്ന കേക്കമ്മ. ഞാൻ പോയിട്ട് വേഗം വരും, ഉറപ്പ്. ചന്ദനംകുന്ന് ഗ്രാമം, അവിടുത്തെ യാമിനി ഇല്ലം. എനിക്കിനി യാമിനിയിലേക്കുള്ള ദൂരം അത് വളരെ കുറവാണ്. ഏതായാലും ഈ കഥ ഞാൻ പൂർത്തിയാക്കും. സൂര്യ, അച്ഛന് അകത്തേക്ക് വരാവോ? അച്ഛൻ അകത്തേക്ക് വാ. എന്താ, അച്ഛനിതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അല്ല, നീ എന്ത് കാര്യത്തിനാ നാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞ? അതച്ചാ, അവിടുത്തെ സ്കൂളിലെ പിള്ളേരുടെ ഒരു ടോക്കി. സൂര്യ, നീ അമ്മയുടെ
തറവാട്ടിലേക്കല്ലേ പോകുന്നത്, ആ പഴയ യാമിനി ഇല്ലത്തിൽ? ഞാൻ അവിടേക്കാണ് പോകുന്നതെന്ന് അച്ഛനങ്ങനെ മനസ്സിലായി. സോറി. 10-26 വർഷമായിട്ട് ഞാൻ നിന്നെ കാണുന്നില്ലേ, എനിക്ക് മനസ്സിലാവില്ലേ അതൊക്കെ? അച്ഛാ, ഞാൻ പൊക്കോട്ടെ. എനിക്ക് ഈ കഥ എഴുതണം. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ നീ സൂക്ഷിക്കണം. ആ നാടൊരു പ്രത്യേക നാടാ. അച്ഛാ, ഞാൻ പോവും. കുറച്ച് പേരെ കാണും. അവരിൽ നിന്ന് കിട്ടേണ്ട ന്യൂസൊക്കെ ഞാൻ എടുക്കും. എന്നിട്ട് ഈ സ്റ്റോറി ഞാൻ അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പോയ പോലെ ഞാൻ തിരിച്ചു വരും. അച്ഛൻ എന്നെ അറിയില്ലേ. ഞാൻ പൊക്കോട്ടെ. അമ്മയോട് പറയരുത്. ഓക്കെ, നീ പൊക്കോ. പക്ഷേ എന്നും അച്ഛനെ വിളിക്കണം. അമ്മയ്ക്കൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. എന്നെ നീ ഡെയിലി വിളിക്കണം, മനസ്സിലായോ? അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ ആ തറവാട്ടിൽ പോകുന്നേ? നിന്റെ അമ്മയുടെ സഹോദരൻ അവൻ സമ്മതിക്കില്ലല്ലോ. എൻ്റെ മോനാണെന്നറിഞ്ഞാൽ നിന്നെ വച്ചേക്കില്ല അവൻ. അമ്മാവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവിടെ റെൻറ്റിന് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ ഒരുപാട് പറഞ്ഞു. പിന്നീട് ഞാൻ ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു. പിന്നെ എന്തിനാ നാട്ടിലേക്ക് വരണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് വരുന്നതെന്ന്. അയാൾക്ക് സംശയമൊന്നുമില്ല. പൈസ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അയാൾ എല്ലാത്തിനും സമ്മതിച്ചു. അയാൾക്ക് പണ്ടേ അഹങ്കാരവും ആർത്തിയും ജന്മന ഉള്ളത്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ സൂക്ഷിക്കണം, കേട്ടല്ലോ? എന്തുണ്ടെങ്കിലും അച്ഛൻ അപ്പ വിളിക്കണം. ചെന്ന് നല്ല രീതിക്ക് സ്റ്റോറി എഴുതിയിട്ട് തിരിച്ചു വരണം, കേട്ടല്ലോ? ഉറപ്പായിട്ടും അച്ഛൻ. ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് എത്തും. എന്റെ പൊന്നോ, ഇവിടെയൊക്കെ അടിച്ചു മാറി തൂത്ത് തുടച്ചപ്പോ എന്റെ നടു ഒടിഞ്ഞു. എന്ത് വലിയ വീടായത്! അല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന കാരണവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ അങ്ങ് കെട്ടിപ്പൊക്കും. ഇതൊക്കെ ഒരുക്കുന്നതും വൃത്തിയാക്കുന്നവരുടെ കാര്യം സമ്മതിക്കണം. ഏതായാലും വല്ല വിധനെ ഏകദേശം ഞാൻ ഒതുക്കി. ഇതൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തന്നെയാണോ എന്തോ. കുറേ ചിത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. ആരാണോ എന്തോ. ഏതായാലും ഒന്ന് പോയി മുങ്ങി കുളിച്ചേക്കാം. അപ്പോഴേക്കും മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അതാ നല്ലത്. കുറച്ചു ദിവസം പൂട്ടിക്കിടുന്നതാണെങ്കിലും ഇവിടെ വല്ലാത്തൊരു സമാധാനമുണ്ട്. ഈശ്വര, ആരോ ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ? നീയായിരുന്നു. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്നാരോ ഇവിടെ വന്ന് മണിയടിച്ചെന്ന്. രേവു, നിന്റെ അച്ഛൻ ഇന്ന് രാവിലെ എനിക്ക് കോൾ ചെയ്തു. വിളിച്ചെന്നോ? എന്തിനാ? ഞാനിവിടെയുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയോ? നിന്റെ അച്ഛൻ ഏതോ ഒരു UK-കാരന് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് പറയാനാണ് എന്നെ വിളിച്ചത്. ഈ തറവാട് വാടകയ്ക്ക് കൊടുത്തെന്നോ? ആന്നേ, ഇവിടുത്തെ സ്കൂളിലും മാഷായിട്ടാ അയാൾ വരുന്നത്. UK നിങ്ങാണ്ടോ വരുന്നു എന്നാ നിന്റെ അച്ഛൻ പറഞ്ഞ. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും? ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? അച്ഛൻ ഏർപ്പാടാക്കിയ ആളായതുകൊണ്ട് എന്നെ ഇവിടെ കണ്ട ചിലപ്പോ അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ തീർന്നു. എനിക്ക് വേറെ എങ്ങും പോകാനും പറ്റില്ല. ഈശ്വര, എല്ലാ മാരണങ്ങളും എൻ്റെ തലയിലാണല്ലോ വരുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും ബാല? നിനക്ക് വേറെ എവിടെയെങ്കിലും ശരിയാക്കി തരാമെന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ അറിയും. ഇവിടെ തന്നെ നിൽക്കുകയും വേണം. ഒരു കാര്യം ചെയ്യാം, വരുന്നത് UK-കാരനല്ലേ, പുള്ളിയോട് ഞാൻ ഇവിടെ പ്രേതം ഭൂതമൊക്കെ ഉണ്ടെന്ന് പറയാം. അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ നീ ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്ക്. UK-കാരനായതുകൊണ്ട് തന്നെ പ്രേതവും ഭൂതമൊക്കെ ചിലപ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ അയാളെ പേടിപ്പിച്ചിട്ട പ്രശ്നം ചേർന്നില്ലേ? നീ ഈ പറയുന്ന പോലൊക്കെ നടക്കുമോ ബാല? നടത്തണം, ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അച്ഛനറിഞ്ഞാൽ അറിയാലോ. നമുക്ക് പ്ലാൻ ചെയ്ത പോലെയൊക്കെ ചെയ്യാം. പേടിപ്പിച്ചാൽ ചിലപ്പോ ഇവിടുന്ന് പോവുമായിരിക്കും അല്ലേ? അല്ല, അയാൾ എന്നാ ഇങ്ങോട്ട് എഴുന്നള്ളുന്നെ നിനക്കറിയോ? അയാളൊരു നോവലിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മൺഡേ എത്തുന്ന പറഞ്ഞ എത്തിയുടൻ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ. ഈശ്വര, ആ വരുന്ന മുതല് അതെനിക്കൊരു തലവേദന ആവരുതേ.
താനെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. മിസ്റ്റർ ബാല, ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും താമസിക്കാൻ വന്നിട്ടുണ്ടോ? അപ്പോൾ തനിക്കൊന്നും അറിയില്ലേ? ഈ വീട്ടിലങ്ങനെ മനുഷ്യന്മാരൊന്നും താമസിക്കാറേ ഇല്ല. താൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് പ്രേതം ഭൂതം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. ആരും ഈ വഴി പോലും വരാറില്ല. ആണോ? ആന്നേ, ഇവിടെ വലിയ രക്ഷയുണ്ട്. ഈ ചോരയൊക്കെ കുടിക്കുന്ന ആണുങ്ങളെ ചോരയാണെങ്കിൽ അതിന് വലിയ ഇഷ്ടമെന്നാണ് കേട്ടിട്ടുള്ളത്. താനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തനിക്ക് എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? ഓ റിയലി? എനിക്ക് യക്ഷികളെ പണ്ടേ ഇഷ്ടമാണ്. ഈശ്വര, ഇത് വേറെ മുതലെന്നാ തോന്നുന്നത്. രേവു, നീ പെട്ടു. തനിക്ക് യക്ഷികളെ ഇഷ്ടമാണെന്നോ? അതെന്താ അങ്ങനെ? അതൊക്കെ അങ്ങനെയാ. അല്ല, ഇവിടെ വേറെ ആരും താമസിക്കുന്നില്ല എന്നല്ലേ താൻ പറഞ്ഞേ? അതെ. എന്താ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കുന്നത്? അല്ല, കിച്ചണിൽ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ഓ അതാണോ? അത് ഞാൻ ചെയ്തതാ. താൻ വരുമ്പോൾ തനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുക്കിംഗ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് താൻ എന്നെ ഫോൺ വിളിച്ച് ഇവിടെ എത്തിയെന്ന്. അപ്പം ഞാൻ തന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ആണോ? തനിക്ക് ആകെ ഒരു കള്ളലക്ഷണമാണല്ലോ. ആണല്ലേ? എല്ലാവരും പറയും ജന്മന ഉള്ളതാ. കാര്യമാക്കണ്ട, കുറേ കഴിയുമ്പോൾ ശരിയാവും. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. എന്നാ താൻ ഓക്കെ അല്ലേ? ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പോട്ടെ. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം. ആയിക്കോട്ടെ. ആ പിന്നെ ഈ തട്ടും പുറത്തൊന്നും അധികം കയറാൻ നിൽക്കണ്ട. അവിടെയൊന്നും വൃത്തിയൊന്നും ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ശരി, ഞാൻ കയറുന്നില്ല. ഈ സാധനത്തിന് ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെങ്കിൽ അവൾ കുറേ വെള്ളം കുടിക്കും. ആ സഞ്ജു, ഞാനിവിടെ എത്തി. അച്ഛനോട് പറഞ്ഞേക്ക്, അമ്മ അറിയരുത്. ഞാൻ അച്ഛനെ പിന്നെ വിളിക്കാന്നൂടെ പറഞ്ഞേക്ക്. ഈശ്വര, ഈ തട്ടിൻപുറത്ത് ഞാൻ എത്ര കാലം ഇരിക്കും? അയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. യാമിനി ഇല്ലത്തിൽ എൻ്റെ ആദ്യത്തെ ദിവസം. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും എനിക്ക് വിലപ്പെട്ടതാണ്. യാമിനിയെ പറ്റി അറിയാൻ, യാമിനിയിലേക്കുള്ള എൻ്റെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരിക. ഈ സ്റ്റോറി ഞാൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കും. ആരാത്? തട്ടും പുറത്തുനിന്ന് ഒച്ച കേൾക്കുന്നുണ്ടോ? എൻ്റെ അമ്മേ, രാവിലെ കുളിക്കാന്ന് പറയുന്നത് വലിയ റിസ്ക്. എന്ത് തണുപ്പ വെള്ളത്തിനൊക്കെ. ഇയാൾ എണീക്കുന്നതിന് മുന്നേ ഞാൻ കുളിച്ച് റെഡിയാവേണ്ട അവസ്ഥയാണല്ലോ. ഞാൻ നടു ഒടിഞ്ഞ് വൃത്തിയാക്കിയിട്ട സ്ഥലത്തൊക്കെ രാജാവിനെ പോലെ കയറി കിടക്കുക. ഞാനാണെങ്കിലോ ആ മാറാലയുടെയും പൊടിയുടെ ഇടയ്ക്ക് പാവം ഞാൻ. എൻ്റെ ഒരു അവസ്ഥ. എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ താൻ ഉറങ്ങണ്ട. ഞാൻ ശരിയാക്കി തരാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ ഈ ഗ്ലാസ് മതി. ഈശ്വര, ഓ രാവിലെ തന്നെ എന്ത് ഒച്ചപ്പാടാ ഇവിടെ. സമാധാനമായിട്ടൊന്നും ഉറങ്ങാനും പറ്റില്ല. ചേ. ആഹാ, എഴുത്തുകാരൻ എണീറ്റല്ലോ. ഇനി ഇവിടുത്തെ സ്ഥലം വിടാം, അതാ നല്ലത്. ബ്രഷ് ചെയ്ത് ഫ്രഷായിട്ട് ഇന്ന് തന്നെ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാം, അതാ നല്ലത്. ആഹാ, അയാൾ കുളിക്കാൻ പോയെന്ന് തോന്നണു. ഇപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിൽ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഇറങ്ങണവരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ തറവാടം പൂട്ടി പോവുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പെട്ടുപോകും. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് പോകുന്നതാണ്. ഈ ഹാളിൽ എന്താ ഒരു പെർഫ്യൂമിൻ്റെ മണം, ലൈക്ക് ബ്ലൂ ലേഡി. ഇനി ആ ബാല പറഞ്ഞ പോലെ ഇവിടുത്തെ യക്ഷി ബ്ലൂ ലേഡിയാണോ അടിക്കുന്നത്? ഈശ്വര, എൻ്റെ ഫസ്റ്റ് ഡേയാ. ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവല്ലേ. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോണേ. രാഘവൻ മാഷ് പറഞ്ഞ ആ കുട്ടിയല്ലേ? കയറി വാ. അതെ സാർ, എൻ്റെ പേര് രേവതി കൃഷ്ണ. ആക്ച്വലി ഇവിടെ മലയാളി അധ്യാപികയ്ക്ക് സീറ്റൊന്നും ഒഴിവല്ല. പിന്നെ മാഷ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടിയോട് ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഏതായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മേ കമിൻ സാർ?
യെസ്. ഓ, എത്തിയോ എഴുത്തുകാരൻ? സർ, എന്നാ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പൊക്കോട്ടെ? യാ, ഷോ. തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടിക്കോടാം, നോക്കിക്കോ. ഇവളെന്തിനാ എന്നെ തുറച്ചു നോക്കുന്ന? ആരാ ഇത്? എന്നാലും ഇയാളെ ഞാൻ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും? നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ തറവാട്ടിൽ നിന്ന് അയാൾ പോയാൽ മതി. എനിക്കങ്ങ് വയ്യ ആ തട്ടമ്പുറത്ത് കിടക്കാൻ. ഞാൻ എന്താ എലിയാണോ? ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, ഇയാളായിരുന്നു. എന്താ? എനിക്ക് ചോക്ക് പീസ് വേണമായിരുന്നു. അതിന് ഞാനെന്ത് വേണം? ഞാനിവിടെ ചോക്ക് പീസ് ബിസിനസ് ഒന്നും നടത്തുന്നില്ല. അതിന് ടീച്ചറൊന്നും ചെയ്യണ്ട. ടീച്ചറിൻ്റെ ടേബിളിലിരിക്കുന്ന ചോക്ക് പീസ് ബോക്സ് ഇങ്ങ് തന്നാൽ മതി. ഓ, ആയിക്കോട്ടെ, ഇന്നാ. താങ്ക് യു. മാഷ് ഒന്നിവിടെ നിന്നേ. എന്താ? ഇവിടെ പുതിയതാണോ? ആണെങ്കിൽ മാഷ് ഇവിടെ പുതിയതായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ നാടത്ര നല്ല നാടൊന്നുമല്ല, വളരെ മോശം. ഇവിടുന്ന് മാഷ് രക്ഷപ്പെട്ടു പോകുന്നത് നല്ലത്. ആണോ? ഈ നാട് മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പിന്നെ ഇവിടെ ഈ ഭൂതം, പ്രേതം, യക്ഷി ഇതൊക്കെ കൂടുതലാ. അതുകൊണ്ട് മാഷ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പൊക്കോ. ഞാൻ പറയണ സത്യമാണോ? ശരിക്കും ഇവിടെ യക്ഷിയുണ്ടോ? ശരിക്കും ഇവിടെ യക്ഷിയുണ്ട്. ഞാൻ കണ്ണ പേടിച്ചു പോവും. ഓ, സമാധാനമായി. ഞാനൊരു യക്ഷിയെ തപ്പി നടന്നിട്ട് വർഷം എത്രയായെന്നറിയോ? ഇപ്പോഴാണ് എനിക്ക് കിട്ടിയേ. എന്താ മാഷ് പറഞ്ഞേ? തപ്പി നടക്കുവാണെന്നോ? ആരോടും പറയരുത്. എനിക്ക് യക്ഷികളോടാ താല്പര്യം. എൻ്റെ ഈശ്വര, ഞാൻ എങ്ങനെ ഇയാളെ രാത്രി പേടിപ്പിക്കാൻ പോരുന്നെങ്കിൽ ഇയാളെ പീഡിപ്പിച്ച് വിട്ടേനെ. ടീച്ചർ എന്താ ആധികാരികമായിട്ട് ആലോചിക്കുന്നു തോന്നുന്നല്ലോ. അതെ ടീച്ചറെ, ഇവിടെ ഉണ്ടോ ടീച്ചറെ? ഞാനിവിടെ തന്നെ ഉണ്ട്. ബെല്ലടിച്ചു. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്നോ? എന്ത്? അല്ല, ടീച്ചറിൻ്റെ പെർഫ്യൂം നന്നായിട്ടുണ്ട്. പെർഫ്യൂമോ? ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിലേക്ക് പൊക്കോട്ടെ? ഓ, ആയിക്കോട്ടെ, പൊക്കോളൂ. നീ എന്തിനാ സ്കൂളിലേക്ക് അർജന്റായിട്ട് വരാൻ പറഞ്ഞ്? എന്തു പറ്റി? അല്ലാതെ നിന്നെ തറവാട്ടിലേക്ക് വിളിച്ചിരുത്തി സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അല്ല, എന്തിനാ വിളിച്ച? എന്തു പറ്റി? അയാൾ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല. അയാൾക്ക് ഭൂതവും യക്ഷിയും പ്രേതവും ഒന്നും പേടിയൊന്നുമില്ല. ഞാനിന്ന് എന്ത് ചെയ്യും? നീ എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീട് സെറ്റാക്കി തരുമോ? ഇവിടെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അയാളെ വോട്ടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ടാ. എനിക്ക് തോന്നി. ഞാൻ പേടിപ്പിച്ചിട്ടും അയാൾ പേടിച്ചൊന്നുമില്ല. അപ്പോഴേ ഞാൻ തോന്നിയതാ അയാൾ നമുക്കൊരു തലവേദന ആവുമെന്ന്. അമ്മയുടെ ഓപ്പറേഷൻ നാളെയാ. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നിനക്ക് ഞാൻ വേറൊരു വീട് സെറ്റാക്കി തരാം, പോരെ? ആൻറ്റിയുടെ ഓപ്പറേഷനാണോ നാളെ? എന്നാൽ ശരി. ശരി, എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് നീ വാ. ഞാൻ പോട്ടെ. ഇപ്പം ഇറങ്ങിയാൽ അയാൾക്ക് മുമ്പ് വീട്ടിലെത്താൻ പറ്റും. ശരി, നോക്കി ചെല്ല്. പാവം, ഇവൾക്ക് ഇനി ഞാൻ ഏത് വീട് സെറ്റാക്കി കൊടുക്കാനാ എൻ്റെ ഈശ്വര? ഈശ്വര, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. താഴെ അയാൾ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് ചത്തുപോവും. അയാളില്ലാത്ത നേരം നോക്കി എന്തെങ്കിലും പോയി കഴിച്ചാലോ? ഫുഡിൻ്റെ സ്മെല്ല് കണ്ടാലറിയാം എന്തോ നല്ല ഐറ്റം അയാൾ ഉണ്ടാക്കുക. ഇയാളൊന്ന് പുറത്തു പോയെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കായിരുന്നു. വെയിറ്റ് ചെയ്യാം. വീണ്ടും അതേ പെർഫ്യൂമിൻ്റെ മണം. ആഹാ, അപ്പോൾ തട്ടുംപുറത്തുനിന്ന് യക്ഷി താഴെ ഇറങ്ങി. ശരിയാക്കി തരാം. നല്ല ചൂട്. ഫുഡ് വന്നിട്ട് കഴിക്കാം. എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം. അയാൾ കുളിക്കാൻ പോവാണോ ഈ ടൈമിൽ? നന്നായി. ഓ, എന്തൊരു ചൂടാ. പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ സ്ഥലം വിടാം. ഭക്ഷണം ഇഷ്ടമായോ? എന്തെങ്കിലും കുറവുണ്ടോ? ഹേയ്, കുറച്ച് ഏരി കുറവാ, ബട്ട് ഇറ്റ്സ് ഓക്കെ. പൊക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തട്ടും പുറത്തെ യക്ഷി അല്ലേ? സോറി, വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനെടുത്ത് കഴിച്ച്. ഞാനിവിടെ വാടകയ്ക്ക് പൈസ കൊടുക്കും, താനിവിടെ താമസിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഓണറെ വിളിക്കും. അയ്യോ മാഷേ, അയാളെ വിളിക്കല് പ്ലീസ്. താനിവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നത് അയാളോട് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയണ്ടേ? നാളെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ തലയിലാവില്ലേ?
നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഇവിടെ ഒളിച്ച് താമസിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏതായാലും ഞാൻ അയാളെ വിളിക്കാൻ പോവാ. അയാളെ വിളിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ. പ്ലീസ്. താൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണോ? തൻ്റെ വീട്ടുകാരുടെ നമ്പർ എടുക്ക്, ഞാൻ വിളിച്ച് പറയാം. അല്ലെങ്കിൽ താൻ എൻ്റെ തലയിലാവും. പ്ലീസ്, കുറച്ച് ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവും. അതുവരെ എനിക്കിവിടെ നിൽക്കണം. എൻ്റെ വീട്ടിൽ പറയരുത്. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നതാ. അതെങ്ങനെ ശരിയാവും? താൻ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അവരെങ്ങാനും കേസ് കൊടുത്ത് അന്വേഷിച്ച് വന്നാൽ ഞാനും കൊടുക്കും. തൻ്റെ വീട്ടുകാരുടെ നമ്പർ ഇതാ, ഞാനൊന്ന് വിളിക്കട്ടെ. ഈ വീട്ടിൻ്റെ ഓണർ എൻ്റെ അച്ഛനാ. ഇവള് ശങ്കരമ്മാവൻ്റെ മോളാണോ? അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നത്. എന്നെ തിരിച്ച് അയാളുടെ അടുത്തേക്ക് എന്നെ അയക്കരുത്. പിന്നെ എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. എന്താ എന്താ പ്രശ്നം? തന്നെന്തിനാ വീട്ടിൽ നിന്ന് ഓടിപ്പോന്ന്? ഇയാൾക്ക് ഈ നാടിനെ പറ്റി അറിയില്ല. ഇവിടെ ഒരുപാട് ആചാരങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് പോലും മനസ്സിലാക്കാൻ പറ്റാത്തവരാ ഇവിടെയുള്ളവർ. എൻ്റെ തറവാട്ടിൽ എല്ലാവരും കൂടെ എന്നെ ദേവിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നതാ. തന്നെ ദേവിയാക്കാൻ തീരുമാനിച്ചെന്നോ? താൻ ഇങ്ങോട്ടാണ് വന്നതെന്ന് തൻ്റെ അച്ഛന് അറിയാൻ പറ്റില്ലേ? അച്ഛനൊരിക്കലും ഞാനിവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. ഇങ്ങോട്ട് വരാൻ എല്ലാവർക്കും പേടിയാ. അച്ഛൻ ഞാൻ പുറത്തെങ്ങാനും പോയെന്ന് വിചാരിച്ച് അവിടെയൊക്കെ തപ്പുന്നുണ്ടാവും. ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ സേഫാണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. അച്ഛനോട് പറയരുത്. ഞാൻ പറയില്ല. പക്ഷേ താൻ എത്ര കാലം ഇതിനകത്ത് ഇങ്ങനെ താമസിക്കും ഒളിച്ച്? ഇല്ല, എനിക്ക് UK ഒരു ജോലി ശരിയായതാ. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ എനിക്ക് പാസ്പോർട്ട് മെസ്സേജ് ശരിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നാട്ടിൽ നിന്ന് തന്നെ പോവും. അതുവരെ ജോലിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ താൻ ഇവിടെ ഉള്ളതുകൊണ്ടാണോ ആ ബാല ഇവിടെ യക്ഷിയുണ്ട് പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ആണോ? എനിക്ക് നാട്ടിൽ ബാല മാത്രമേ ഉള്ളൂ ഫ്രണ്ടായിട്ട്. പിന്നെ ഇവിടെ യക്ഷിയുണ്ടെന്ന് നാട്ടുകാരാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ചേർന്ന് പ്ലാൻ ചെയ്തതാണോ എന്നെ ഇവിടുന്ന് ഓട്ടിക്കാൻ? അത് പിന്നെ അച്ഛൻ വഴിയല്ലേ മാഷ് ഇവിടേക്ക് വന്നത്. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മാഷ് അച്ഛനോട് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ മാഷിനെ ഇവിടുന്ന് ഓട്ടിപ്പിക്കാൻ നോക്കിയേ. തൽക്കാലം ഇവിടെ നിന്നോ, ഞാനായിട്ട് ആരോടും പറയില്ല. താങ്ക് യു സമ്മതിച്ചതിന്. പിന്നെ സോറി ഈ നാട്ടിൽ നിന്ന് ഓടിപ്പിക്കാൻ നോക്കിയതിന്. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവോ അച്ഛൻ്റെ അടുത്ത് പറയുകയോ ചെയ്യുന്നു പേടിച്ചിട്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ. ശരി, അതൊക്കെ വിട്ടെ. എന്നിട്ട് ആ ഫുഡ് എടുത്ത് കഴിക്കേ. ഏയ് എനിക്ക് മതി, വയറ് നിറഞ്ഞു. തൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും കഴിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ തൻ്റെ അച്ഛനെ വിളിക്കും. വിളിക്കണോ? വേണ്ട, ഞാനിത് വെള്ളം കഴിച്ചോളാം, വിളിക്കരുത്. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? തട്ടുംപുറത്തേക്ക് എന്താ ഇവിടെ കാര്യം? അതെ, നിങ്ങൾ ശരിക്കും എന്തിനാ ഈ നാട്ടിൽ വന്നത്? ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? മനസ്സിലായില്ല. അല്ല, എൻ്റെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ലേ. എനിക്കും മാഷിനെ പറ്റിയൊന്നും അറിയില്ല. ശരിക്കും ഇവിടെ വന്നത് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനാണോ? UK എന്നൊക്കെ ഒരാൾ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വരികയെന്ന് വെച്ചാൽ അതാ ഞാൻ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു യക്ഷിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്ന. യക്ഷി കല്യാണം കഴിക്കാനോ? ആന്നേ, പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതൊക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷനാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പം യക്ഷികളൊക്കെ കല്യാണം കഴിക്കില്ല. അതുകൊണ്ടാ. ശരി, എന്നിട്ട് യക്ഷി കിട്ടിയോ? മിക്കവാറും കിട്ടും. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വപ്നമായിരുന്നോ? ആരാ പെൺകുട്ടി? ഞാൻ സ്വപ്നത്തിൽ ഫേസ് കണ്ടാണല്ലോ, പിന്നെ അതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത. കൂടെ നീ
നിനക്കെന്താ ഭ്രാന്താണോ ഇവിടെ വന്നിരുന്ന് ഈ മഴയൊക്കെ കൊള്ളാൻ? മഴ നനയുന്നത് ഭ്രാന്താണെങ്കിൽ മാഷിനും ഭ്രാന്തുണ്ടല്ലേ? അപ്പോ അയ്യോ, ഞാൻ ഇപ്പോഴൊരു കാര്യം ആലോചിച്ചത്. എനിക്കിന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകണമെന്നുണ്ടായിരുന്നു. ഞാനത് മറന്നു. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. ബായ്. ഏയ്, മഴ പെയ്തടക്ക, നോക്കി പൊക്കോ, തെന്നല്. ഇല്ലടാ, ഞാൻ നാളെ അയാളെ കാണാൻ പോവും. എനിക്ക് അയാളുടെ വീട് എവിടെയെന്നൊന്നും അറിയില്ല. ഞാൻ വന്നിട്ട് നിന്നെ വിളിച്ച് പറയാം. ബായ്. ഈ പണിക്കര വീട് അതെവിടെയായിരിക്കും? ചിലപ്പോൾ രേവതിക്കറിയായിരിക്കും. അവളോട് ചോദിച്ചാലോ? ചോദിക്കാം. രേവതി, നീ വന്നോ? ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ, ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവായിരുന്നു. സാരല്ല, മാഷ് വന്നു. എനിക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. ശരി, ഏതായാലും നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാ, ഞാൻ ഹാളിലുണ്ടാവും. ഒരു 10 മിനിറ്റ്സ്. ഞാനിത് മാറ്റി പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ഞാൻ പുറത്ത്. ഈശ്വരാ, ഓ ഗോഡ്, എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? പുറത്തു പോവാൻ. സോറി, ഞാൻ മനഃപൂർവ്വമല്ല. സോറി, ഞാൻ പോവാ. ബൈ. ഈശ്വര, ഈ നേരത്തെ എനിക്കിത് വലിച്ചു കയറ്റി എടുത്തിട്ട് പോകാൻ തോന്നി. ആകെ നാണം കേട്ടു. ഞാൻ ഇയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എൻ്റെ ഈശ്വര, ഞാൻ മനഃപൂർവ്വമല്ല അത് ചവിട്ടിയത്. ഞാൻ അറിഞ്ഞത് പോലുമില്ല അത് ചവിട്ടിയത്. അയ്യോ, ഞാൻ അവിടെ കണ്ടത് അവളെ എന്ത് വിചാരിച്ചാണോ? ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതി കാണോ? നാണം കെട്ടു. മാഷ് ഇവിടെ ഇരിക്കുമായിരുന്നോ? അല്ല, എന്താ മാഷിന്റെ പ്രശ്നം? ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി ഞാൻ ഹാളിൽ വന്നു. അപ്പോഴേക്കും എന്നെ കണ്ടപ്പോൾ റൂമിലേക്ക് ഓടി. റൂമിൽ വന്നപ്പോൾ ടോയ്ലറ്റിലേക്ക് ഓടി. ശരിക്കും എന്താ പ്രശ്നം? രേവതി, ഞാൻ മനഃപൂർവ്വമല്ല അത്. എൻ്റെ പൊന്നു മാഷെ, അതറിയാതെ സംഭവിച്ചതല്ലേ? അറിഞ്ഞുകൊണ്ടല്ലോ. ഞാനതപ്പം തന്നെ വിട്ടു. മാഷു അതങ്ങ് വിടുന്നതാണ് നല്ലത്. അല്ല, എന്തോ കാര്യം ചോദിക്കാനല്ലേ വന്ന? എന്തായിരുന്നു അത്? അത് ഈ കേശവ പണിക്കര വീട് എവിടെയെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അപ്പോഴങ്ങനെ സംഭവിച്ചു പോയത്. കേശവ പണിക്കര വീടായിരുന്നോ? അതിവിടെ അടുത്ത് തന്നെയാ. ഞാൻ ബാലയെ വിളിച്ച് പറയാം. അവൻ രാവിലെ വന്ന് മാഷിനെ കൊണ്ടുപോയിക്കോളും. ആ, ബാലയ്ക്കറിയാലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. താങ്ക് യു. നീ ഒന്ന് ബാലയെ വിളിച്ച് പറഞ്ഞേക്ക് നാളെ രാവിലെ വരാൻ. എനിക്ക് അത്യാവശ്യമാണ്. ആ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാലയെ വിളിക്കാം. അവനിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും. നാളെ രാവിലെ വരാൻ പറഞ്ഞാൽ അവനോട് എത്തും. അല്ല, കേശവ പണിക്കര വീട്ടിൽ മാഷ് തന്നെ പോകുന്നത്? അത് കല്യാണം കഴിക്കാൻ പോകുന്ന യക്ഷിയാണെങ്കിലും ഞങ്ങളുടെ ഇതിൽ ജാതകമൊക്കെ നോക്കാറുണ്ട്. എന്ത്? യക്ഷിക്ക് ജാതകം നോക്കാനോ? ആന്നേ, ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊക്കെ നോക്കണ്ടേ? മാഷെ, സത്യം പറ. യക്ഷിയെ കെട്ടാന്നൊക്കെ പറഞ്ഞാൽ അവർ ഉപദ്രവിക്കില്ലേ? അതിപ്പോൾ ഉപദ്രവിക്കുമെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം നീ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നില്ലേ? നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? അതിന് ഞാൻ ഓഹോ, അപ്പോൾ എന്നെയും യക്ഷി എന്നാ പറഞ്ഞതിനർത്ഥം. കണക്കായിപ്പോയി. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഹേയ്, പിണങ്ങി പോവാണോ? ബാ, നമുക്ക് ഫുഡ് കഴിക്കാം. പോവല്ലേ? ഈ ശനിയും നേരം കൂടെ സ്കൂൾ വെക്കാൻ പറയണം. വീട്ടിനകത്തിരുന്ന് ബോറടിക്കുക. മാഷും ബാലുവും ഇനി എപ്പോഴാണ് തിരിച്ചു വരിക? ഏതായാലും മാഷിൻ്റെ റൂമിൽ ഒരുപാട് പുസ്തകം കാണില്ലേ? അതിലേതെങ്കിലും ഒന്നെടുത്ത് വായിക്കാം. വലിയ നോവലിസ്റ്റ് അല്ലേ? സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലതാണോ എന്നറിയണ്ടേ? ഇയാൾക്ക് ഇനി ഇവിടെ ലൈബ്രറി തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഇഷ്ടംപോലെ ബുക്കുണ്ടല്ലോ. ഇതിലിപ്പം ഞാൻ ഏതാ വായിക്കേണ്ടത്? ഇതെന്താ? യാമിനി. അപ്പോൾ മാഷ് ഇവിടെ വന്നത് യാമിനിയെ പറ്റി അറിയാനാണോ? ഇനി യാമിനിയാണോ മാഷ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ യക്ഷി? അവിടെ എന്താ ഒരൊച്ച കേട്ടത്? ആരാ അവിടെ? ഈ സമയത്ത് ഇവിടെ അങ്ങനെ സൗണ്ട് കേൾക്കാറില്ലല്ലോ. സൂര്യ, ഇതാ താൻ പറഞ്ഞ കേശവ പണിക്കര വീട്. ബാല, അയാൾ ഇവിടെ ഇപ്പോൾ കാണുമോ? ഉണ്ടാവും. ഞാൻ രാവിലെ താൻ പറഞ്ഞതുകൊണ്ട് വിളിച്ച് ചോദിച്ചു.
ആ സമയത്ത് വരാനാ പറഞ്ഞ. അപ്പോൾ ഇവിടെ തന്നെ കാണും. ആണോ? എന്നാൽ നമുക്ക് അകത്തേക്ക് പോവാം. പണിക്കരെ, ഞങ്ങൾ രാവിലെ വിളിച്ചിരുന്ന അവരെ അകത്തേക്ക് വന്നോട്ടെ? ആ, കയറി പോര്. പണിക്കരെ, ഞാനായിരുന്നു രാവിലെ ഫോൺ ചെയ്തത് വരട്ടേയും ചോദിച്ചിട്ട്. ആ, രണ്ടുപേരും ഇവിടെ ഇരിക്കേ. ഇത് സൂര്യപ്രസാദ്, യു കെന്ന് വന്നത്, നമ്മുടെ സ്കൂളിലെ മാഷ. ഇയാൾക്ക് പണിക്കരോട് എന്തോ ചോദിക്കാനുണ്ട്. എന്താണ് പുതിയ മാഷിന് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ അത്രയും ദൂരത്തുനിന്ന് ഈ നാട്ടിലേക്ക് വന്നത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നോട് എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് യാമിനിയെ പറ്റി പറഞ്ഞു തരുമോ? യാമിനി? യാമിനിയോ? അതെ, യാമിനി. എനിക്കറിയാം. എന്നോടമ്മ പറഞ്ഞിട്ടുണ്ട് പണിക്കർക്ക് യാമിനിയെ പറ്റി അറിയാമെന്ന്. പ്ലീസ്, എനിക്ക് യാമിനിയെ പറ്റിയുള്ള സ്റ്റോറി അത് പറഞ്ഞു തരുമോ? ഏതായാലും എന്നെ തേടി വന്നില്ലേ? ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. യാമിനിയെല്ലാം മുമ്പ് ചന്ദനക്കുന്ന് തറവാടായിരുന്നു. ചന്ദനക്കുന്ന് തറവാട് ഇപ്പൊ കാണുന്ന യാമിനി ഇല്ലോട്ട് മാറിയതിന്റെ പിന്നിലുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചന്ദനക്കുന്ന് തറവാട്ടില് ഒരു കുട്ടി ജനിച്ചു, യാമിനി. അന്നത്തെ തമ്പുരാന്റെ രണ്ടാമത്തെ മകൾ. യാമിനിയുടെ വരവോടെ ആ നാട്ടിലും തറവാട്ടിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നു. അങ്ങനെ തറവാടിന് യാമിനി ഇല്ലോ എന്ന് പേരും വന്നു. യാമിനിക്ക് നേരെ മൂത്തത് ഒരു ജ്യേഷ്ഠത്തിയായിരുന്നു. ആ കുട്ടി ജന്മന ഊമയായിരുന്നു. യാമിനി ജനിച്ചത് തൊട്ട് ആ കുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. അത് യാമിനിയുടെ ഐശ്വര്യമാണെന്ന് നാട്ടുകാരും വീട്ടുകാരും കരുതി. പിന്നീട് യാമിനിയുടെ ജാതകം എഴുതിയപ്പോഴാ അവർക്ക് മനസ്സിലായത് യാമിനിക്ക് ആ തറവാട്ടിലെ ദേവിയാവാനുള്ള ശക്തിയുണ്ടെന്ന്. ജാതകവും നാളും ഒക്കെ അതിന് പൊരുത്തമാണ്. അത് മനസ്സിലാക്കിയ അവളുടെ വീട്ടുകാര് പിന്നീട് അവൾ അങ്ങോട്ട് ഒരു ദേവിയായിട്ട് എന്നെ പരിപാലിച്ചു. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പരുവം യാമിനിക്ക് ആയിട്ടില്ലായിരുന്നു. കുഞ്ഞല്ലേ. മറ്റു കുട്ടികളെ പോലെ യാമിനിക്ക് പുറത്തുപോയി പഠിക്കാനോ വിദ്യാഭ്യാസം നേടാനോ അവകാശമില്ലായിരുന്നു. അന്നത്തെ ആചാരം അനുസരിച്ച് ദേവിയാക്കപ്പെട്ട സ്ത്രീയെ അന്യ പുരുഷന്മാർക്ക് കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യാമിനി ആരും കണ്ടിട്ടില്ല. ജനിച്ച അന്നോട്ട് യാമിനി ആ തറവാടിനുള്ളിലായിരുന്നു അല്ലേ? അതെ, ആ തറവാടിനുള്ളിൽ മാത്രമായിരുന്നു യാമിനിയുടെ ലോകം. അവളുടെ മുത്തശ്ശി അക്കാലത്തെ വലിയൊരു എഴുത്തുകാരിയായിരുന്നു. അവരായിരുന്നു യാമിനിക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. വീട്ടിനുള്ളിൽ പുറത്തു പോവാതെ താമസിച്ചിരുന്നോ? അന്ന് അതൊക്കെ സാധ്യമായിരുന്നു. യാമിനി പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. കുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്ക് അവൾ മാറി. രാത്രിയായിരുന്നു യാമിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം യാമിനി പുറത്തിറങ്ങും തറവാട്ടിൽ നിന്ന്. നേരം വെളുക്കുമ്പോൾ ആരും അറിയാതെ തറവാട്ടിലേക്ക് വരും. അതിസുന്ദരിയായിരുന്ന യാമിനിയെ ആ നാട്ടിലെ ചെറുപ്പക്കാരും കണ്ടിട്ടില്ല. യാമിനി വളരും തോറും അവൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. മറ്റുള്ള കുട്ടികളെ പോലെ തനിക്ക് പുറത്തു പോകാൻ കഴിയാത്തതും എല്ലാവരോടും സംസാരിക്കാൻ കഴിയാത്തതിലും അവളെ വലിയ വിഷമപ്പെടുത്തി. അവളെ പഠിപ്പിക്കാൻ പുറത്തുനിന്നായിരുന്നു അധ്യാപകര് അകത്ത് വരുന്നുണ്ടായിരുന്നത്. പല കാര്യങ്ങളും പല അറിവുകളും അവൾ നേടി. ചിത്രം വരയ്ക്കാനും അതിലൂടെ അക്ഷരങ്ങളെ ഒളിപ്പിച്ചു വെക്കാനും അവൾക്കറിയാം. പക്ഷേ യാമിനി എന്ന കുട്ടിയിൽ നിന്ന് യാമിനി എന്ന സ്ത്രീയിലേക്ക് മാറിയപ്പോൾ അവൾ പലതും അറിയാൻ ആഗ്രഹിച്ചു. അവളുടെ പ്രായത്തിനകത്ത് അവൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മുത്തശ്ശി, മുത്തശ്ശിയല്ലേ? ഈ തറവാട്ടില് ആരെയും കാണുന്നില്ലല്ലോ. പുറത്തെന്തെങ്കിലും വിശേഷം കാണുമായിരിക്കും. എല്ലാരും എന്നോട് പറയാതെ പോയി. സാരല്ല, മുത്തശ്ശിയുടെ ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് വായിക്കാം. ഞാൻ ഇന്നലെ ഈ ബുക്ക് എടുത്തപ്പോഴല്ലേ മുത്തശ്ശി എനിക്ക് വഴക്ക് പറഞ്ഞത് ഇതൊന്നും ഞാൻ വായിക്കാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടായിരിക്കും ഞാൻ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? വായിക്കുന്നത് നല്ലതല്ലേ? കാമസൂത്ര. ഏതായാലും ഇതെടുത്ത് മുറി കൊണ്ട് വെക്കാം. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വായിക്കാം. എന്നിട്ട് രാവിലെ മുത്തശ്ശി എണീക്കുന്നതിന് മുന്നേ കൊണ്ടുവച്ചേക്കാം.
സഖി നിന്റെ രൂപമേന്തി മാരന്റെ ഇതിൽ പറയുന്നതൊക്കെ സത്യാണോ? അയ്യേ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? മുത്തശ്ശി ഇതുകൊണ്ടാണോ എന്നോട് വായിക്കരുതെന്ന് പറഞ്ഞത്? പക്ഷെ ഞാൻ അറിയണ്ടേ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ? പിന്നെന്താ എനിക്കിതൊക്കെ അറിഞ്ഞാല് എന്തായിരിക്കും കാരണം? എന്റെ കൃഷ്ണേ, നീ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരുങ്ങിക്കോ. വരൻ നിന്റെ പിറകെ വരും. ഏയ്, ഞാൻ അങ്ങനെ ഒരുങ്ങാനൊന്നും പോകുന്നില്ല. എനിക്കിതൊക്കെ മതി. അത് ശരിയാ, പെണ്ണ് കാണാൻ വന്നപ്പോഴേ നിന്റെ പിറകെ തന്നെ ആയിരുന്നില്ലേ? ഇനിയിപ്പോ നീ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുങ്ങിയാൽ ചെക്കന്മാർ പിറകെ വരുമോ? പിന്നല്ലാതെ അണിഞ്ഞൊരുങ്ങി ഒരു പെണ്ണ് മുന്നിൽ വന്ന് നിന്ന മുട്ടുകുത്താത്ത ഏതെങ്കിലും പുരുഷന്മാർ കാണോ നമ്മുടെ നാട്ടില്? അതെ, ഇവൾക്കിതൊന്നും അറിയില്ലല്ലോ. ഇവളിവിടെ അടുത്ത ദേവിയല്ലേ. ഇവളോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണവും കഴിക്കാൻ പറ്റില്ല പാവത്തിന്. ആര് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്? കൃഷ്ണേശ്വര പ്രായമാകുമ്പോൾ ഞാനും കല്യാണം കഴിക്കും. ഞാൻ അമ്മയോട് പറയുമല്ലോ. മതി, നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? നിങ്ങൾ പുറത്തേക്ക് പൊക്കോ. യാമി, നീ ഇങ്ങോട്ട് വന്നേ. മോളെ യാമി, നീ എന്താ അവിടെ പറഞ്ഞത്? മോള് കല്യാണം കഴിക്കുമെന്ന് ആരാ പറഞ്ഞേ? മോളിവിടുത്തെ അടുത്ത ദേവിയല്ലേ. അപ്പം അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുന്നേ? മോള് അങ്ങനെയൊന്നും ആരോടും പറയരുത് കേട്ടോ. ചേച്ചി, അപ്പോൾ എനിക്ക് ചേച്ചിയെ പോലെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? അത് മോൾക്ക് കൃഷ്ണ, നീ ഇവിടെ നിൽക്കണം. ഞാൻ നിന്റെ മുറിയിൽ തേടുമായിരുന്നു. ചിക്കൻ്റെ വീട്ടുകാരൊക്കെ എത്തി. നീ ബാ. ആ അമ്മ, ഞാൻ എന്താ വരുന്നു. അമ്മ അങ്ങോട്ടേക്ക് പൊക്കോ. ചേച്ചി പോട്ടെ മോളെ. ആ ചേച്ചി, ചേട്ടനോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. യാമിനി പൂർണ്ണ സ്ത്രീയിലേക്ക് എത്തി. മറ്റുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഇവൾക്കും പലതും അറിയാനും ആഗ്രഹിക്കാനും തുടങ്ങി. സഖി നിന്റെ രൂപമേന്തി മാരന്റെ യാമിനി മോളെ, അമ്മ അകത്തേക്ക് വന്നോട്ടെ. അതിനെന്താ അമ്മ ചോദിക്കുന്ന? അകത്തേക്ക് വന്നോ മോളെ. നാളെ കഴിഞ്ഞാൽ മറ്റന്നാ ഇവിടെ ദേവി പൂജ നടക്കും. മോള് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിന് തയ്യാറാവണം. ഞാൻ അമ്മയോട് മുന്നേ തന്നെ പറഞ്ഞിട്ടില്ലേ എനിക്ക് ദേവി ആവണ്ടെന്ന്. എനിക്ക് ചേച്ചിയെ പോലെ ഒരിക്കലും നിനക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്നെ കുഞ്ഞുനാൾ തൊട്ടേ ഈ തറവാട്ടിലെ ദേവിയാക്കാൻ വേണ്ടി ഇവിടെ ഉള്ളവർ തീരുമാനിച്ചതാ. മോള് പറ്റില്ല അമ്മ. എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളില്ലേ? ദേവിയായി 4 ചുമരിൽ ഒരു പ്രതിഷ്ഠയെ പോലെ ഞാൻ ഇരിക്കണോ? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നീ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെയുള്ളവർ ദുഷ്ടന്മാരാ മോളെ. ആരും കേൾക്കില്ല. ഞാനിത് പറഞ്ഞാൽ എന്നെയും നിന്നെയും അപ്പം തന്നെ വെട്ടിക്കൊല്ലും. അമ്മ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല മോളെ. എൻ്റെ മോള് അമ്മ പറയണ കേൾക്കണം. അമ്മ ശരി, ഞാനായിട്ട് ആരെയും വിഷമിപ്പിക്കുന്നില്ല. നടന്നോട്ടെ, എന്താന്ന് വെച്ചാ. ഈശ്വര, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം അതിതല്ല. കുന്നാൾ മുതലേ ഈ തറവാട്ടിനുള്ളിലായിരുന്നു. ഇനി എൻ്റെ ജീവിത അവസാനം വരെ അങ്ങനെയാണോ? എനിക്ക് മറ്റുള്ള സ്ത്രീയെ പോലെ എന്താ ജീവിക്കാൻ കഴിയാത്തത്? യമി മോളെ, നിനക്ക് സുഖമാണോ? ചേച്ചി എപ്പോഴാ എത്തിയ? അല്ല വാവ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിപ്പോൾ 5-ാം മാസം. ആള് നല്ല ചവിട്ടും കുത്തുമൊക്കെ ഉണ്ട്. അല്ല നിനക്ക് സുഖമാണോ? നീ വലിയ പെണ്ണായല്ലോ. ഇപ്പൊ കണ്ട ശരിക്കും ദേവിയാണെന്നേ പറയൂ ഈ തറവാട്ടിലെ. ചേച്ചി ഭക്ഷണം കഴിച്ചോ? ഇല്ലെങ്കിൽ ചെല്ല്. ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാം. ഞാനിപ്പോൾ കൂടെ സേതുവേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ, ജീവിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ജീവിക്കണമെന്ന്. എന്നെ പോലെയോ? മനസ്സിലായില്ല. ജനിച്ച അന്നോട്ട് ഈ നാട്ടുകാരും വീട്ടുകാരും നിനക്ക് തരുന്ന ബഹുമാനമില്ലേ? ഇനി നീ ദേവിയാണെന്നൂടെ അറിഞ്ഞാൽ അവർ നിന്നെ ദേവിയെ പോലെ തന്നെ കാണുകയും ചെയ്യും. ഇത്രയും ബഹുമാനം കിട്ടുന്ന സ്ത്രീ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നിന്റെ പുണ്യജന്മായിട്ടല്ലേ ഇവിടെയുള്ളവരൊക്കെ കാണുന്നത്.
അതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ചിലപ്പോൾ നിന്നോട് അസൂയ തോന്നാറുണ്ട്. അസൂയ? എൻ്റെ ഈ ജന്മം ശാപം പിടിച്ച ജന്മമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേച്ചിക്ക് ഇത് കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടല്ലേ? എന്ത് കണ്ടിട്ടാ ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞുനാൾ മുതലേ ഈ തറവാടിനകത്തായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന പൂജ കൂടെ കഴിഞ്ഞാൽ 4 ചുമറിനകത്ത് ഒരു പ്രതിഷ്ഠ അല്ലേ? എന്തിന്? ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിനെ പറ്റി? മറ്റാൾക്കാരോട് സംസാരിക്കാൻ കഴിയാതെ, മറ്റൊരു സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാതെ മോളെ യാമി, എന്തിനു പറയണം? ചേച്ചിയുടെ ഉള്ളിലെ ആ ജീവന്റെ തുറപ്പ് അതനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ? പല കാര്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് എന്നെ ഇവര് പിടിച്ച് ദേവിയാക്കുന്ന. ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കുമല്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതെന്താ ആരും ചിന്തിക്കാത്തത്? മോളെ യാമിനി, അവര് വിളിക്കുന്നുണ്ട്. ഞാൻ എന്നാ വരുക. അമ്മ നടന്നോ? ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ പോട്ടെ. അവൾക്ക് ഇഷ്ടമില്ലാത്ത പൂജയിൽ അവൾക്ക് പങ്കെടുക്കേണ്ടി വന്നോ? അങ്ങനെ എല്ലാരും കാത്തിരുന്ന ദിവസമെത്തി യാമിനിയുടെ ദേവി പൂജയുടെ അന്ന്. അന്നായിരുന്നു ആ നാട്ടുകാർ മൊത്തം യാമിനിയെ ആദ്യമായിട്ട് കാണുന്നത്. അമ്പലത്തില് പൂജയ്ക്ക് വേണ്ടി യാമിനിയെ വീട്ടുകാർ കൊണ്ടുവന്നു. ഞങ്ങൾ പൂജ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരാളിരുന്ന അവരുടെ മനസ്സ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും. യാമിനിയുടെ കണ്ണീർ നോക്കി തന്നെ അന്ന് പൂജ ചെയ്ത പൂജാരി ഈ പൂജ നടക്കില്ല, ഈ കുട്ടിക്ക് ഇതിന് താല്പര്യമില്ല എന്ന്. പക്ഷേ യാമിനിയുടെ വീട്ടുകാർ അത് നിഷേധിച്ചു. ഈ പൂജ നടത്തണമെന്ന് തന്നെ പൂജാരിയോട് പറഞ്ഞു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ ദേവി പൂജയെ പറ്റി. ദേവിയാവുന്ന സ്ത്രീ മനസ്സോ ശരീരവും കൊണ്ട് അത് അംഗീകരിച്ചാലല്ലേ ആ പൂജയിൽ ഇരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ പൂജ ദേവി സ്വീകരിക്കില്ല എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ അന്ന് പൂജാരി എല്ലാവരുടെ മുമ്പിലും വെച്ച് യാമിനിയോട് ചോദിച്ചു, ഇതിന് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നീ തയ്യാറാണോ എന്ന്. മുമ്പ് പലതവണ വീട്ടുകാരോട് പറഞ്ഞതാണെങ്കിലും അവരത് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് യാമിനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അത് തുറന്നു പറയേണ്ടി വന്നു. അവള് ധൈര്യത്തോടെ അത് പറഞ്ഞു. യാമിനി എന്താ പറഞ്ഞ? ഇതിന് തനിക്ക് സമ്മതമല്ല, വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് താൻ ഇതിന് സമ്മതിച്ചതെന്ന്. പൂജകള് അവിടെ തന്നെ നിർത്തിവെച്ച് പൂജാരിയും ബാക്കിയുള്ളവരും പോയി. നാട്ടുകാരുടെ മുമ്പിൽ തന്നെ നാണം കെടുത്തിയ യാമിനിയോട് യാമിനിയുടെ അച്ഛനും വീട്ടുകാർക്കും അടങ്ങാത്ത ദേഷ്യമായി. അന്ന് കാരണം ഒരു ദേഷ്യം കൊണ്ട് ആ എല്ലാം തന്നെ വിറപ്പിച്ചു എന്ന് പറയാം. പിന്നീട് അവരൊരു തീരുമാനം എടുത്തു. തങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി യാമിനിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ. രാത്രി വളരെ സ്നേഹത്തോട് അവളോട് സംസാരിച്ച് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. താൻ കുടിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞില്ല. ജീവിക്കാൻ ആഗ്രഹിച്ച യാമിനി അന്ന് രാത്രി പെടഞ്ഞ് മരിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. യാമിനി മരിച്ചെങ്കിലും ആത്മാവ് ആ തറവാട് വിട്ട് പോയില്ല. അവിടെ ഉള്ളവരോട് ഓരോരുത്തരോടും അവള് പകരം വീട്ടി. ആ തറവാട്ടിലുള്ളവരെ ചുട്ടരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ട് ആ തറവാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു യാമിനി. ഇപ്പോഴും യാമിനിയുടെ കരച്ചിലും പൊട്ടിച്ചിരിക്കും ആ തറവാട്ടിനുള്ളിൽ കേൾക്കാമെന്ന് പലരും പറയാറുണ്ട്. അവള് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പോൾ യാമിനിയുടെ ആത്മാവിന് ഇനിയൊരു മടക്കയാത്ര ഉണ്ടാവില്ലേ? യാമിനിയുടെ ആവശ്യം അവൾക്ക് അവൾ ആഗ്രഹിച്ച പോലെ ജീവിക്കണം. അതിന് അവൾക്കൊരു പുനർജന്മം വേണം. ആ തറവാട്ടില് തൻ്റെ അതേ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ മാത്രമേ അവൾക്ക് പുനർജനിക്കാൻ കഴിയൂ. ശരിക്കും യാമിനി ജനിക്കേണ്ട സ്ഥലത്താണ് താൻ ജനിച്ചത്. ഞാനും ഈ യാമിനിയായിട്ട് എന്ത് കണക്ഷനാണുള്ളത്? വർഷങ്ങൾക്ക് ശേഷം യാമിനിയുടെ അതേ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയായിരുന്നു സുമിത്ര, തറവാട്ടിന്റെ അടുത്ത തലമുറയിലെ ദേവി.
സുമിത്രയിലൂടെ തനിക്ക് വീണ്ടും പുനർജനിക്കാൻ കഴിയുന്നുള്ള സന്തോഷത്തിലായിരുന്നു യാമിനി. പക്ഷേ പ്രസാദ് അപ്പോഴേക്കും സുമിത്രയെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലേ? അപ്പോൾ ഇനി എങ്ങനെ അവർക്ക് പുനർജനിക്കാൻ കഴിയുക? വർഷങ്ങൾക്ക് ശേഷം അതേ തറവാട്ടില് വീണ്ടും ആ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു. ശങ്കരന്റെ മകൾ രേവതി. ഇപ്പോ രേവതി യാമിനിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അത് രേവതിയോ? രേവു? അതെ, രേവതിയിലൂടെ ആയിരിക്കും യാമിനി ഇനി പുനർജനിക്കാൻ പോകുന്നത്. യാമിനി ഇതിനോടകം തന്നെ രേവതിയെ തന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടാവും. ബാല, രേവ വീട്ടിലൊറ്റയ്ക്കാം. വാ, നമുക്ക് തറവാട്ടിലേക്ക് ചെല്ലാം. ആരാ നിങ്ങള്? യാമിനി. ഇതിപ്പോൾ മണിക്കൂറുകൾ കടന്നു പോയിട്ടും ഇവള് എഴുന്നേൽക്കുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോവേണ്ടി വരുമോ? ഇല്ല, ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ നല്ല പനിയുണ്ടായിരുന്നു. ഞാൻ അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ കഴിയും ഉണരാൻ. തൻ്റെ കയ്യിലും മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ സ്റ്റോക്കാണല്ലേ? ഈ പട്ടിക്കാട്ടിലോട്ടല്ലേ വരുന്നത്? ഇതൊക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇവളെന്തിനാ തട്ടുമ്പുറത്തൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്? നമ്മളാരും ഇവിടെ ഇല്ലെന്ന് ഇവർക്ക് അറിയില്ലേ? എന്തിനാ പോയെന്ന് ആർക്കറിയാം? ഇതിന് ബോധം വന്നാൽ എന്തെങ്കിലും അറിയാൻ പറ്റൂ. സൂര്യ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അമ്മ ഹോസ്പിറ്റലിലാണ്. പെങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ. അവളെ കൊണ്ടൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നീ ഇവളുണരുമ്പോൾ എന്നെ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യുമോ? ഞാൻ ഹോസ്പിറ്റലിലോട്ട് പൊക്കോട്ടെ. ഞാൻ നാളെ രാവിലെ ഇവിടെ വരാം. സോറി ബാല, ഞാൻ ആ കാര്യം മറന്നുപോയി. അമ്മയെടുത്ത് നീ നിൽക്കേണ്ടത് അത്യാവശ്യമല്ലേ? നീ ചെല്ല്. ഇവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇൻഫോം ചെയ്യാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ചെന്നോ. ശരി സൂര്യ, ഞാൻ പോവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ എന്നെ വിളിക്കേ. ഞാൻ അപ്പം തന്നെ ഇങ്ങ് എത്താം. ഞാനെങ്ങനെയാ ഈ റൂമിൽ വന്നത്? ആ, താൻ എണീറ്റോ? എണീറ്റിരിക്കെ. ഞാൻ തനിക്ക് ചൂടോടെ കാപ്പി തരാം. താനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? ബോധം പോയപ്പോൾ ഓർമ്മശക്തിയും പോയോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ തൻ്റെ കാമുകിയെ കണ്ടു. ആരെ? യാമിനിയെ. ശരിക്കും താൻ യാമിനിയെ കണ്ടോ? എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അല്ല, ആളെ കാണാൻ എങ്ങനെയുണ്ട്? യാമിനിയെ കാണാൻ ഏകദേശം എന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ പോലെയോ? അപ്പോൾ കേശവ പണിക്കർ എന്നെ പറ്റിച്ചു. ഭയങ്കര സുന്ദരിയാന്നാ പറഞ്ഞത് ആള്. ഓ, അതിനർത്ഥം ഞാൻ സുന്ദരിയല്ല എന്നാണല്ലേ? തനിക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പോവും എൻ്റെ റൂമിൽ. അല്ലെങ്കിലും ആ യക്ഷി തൻ്റെ ചോര ഊറ്റി കുടിക്കും. നോക്കിക്കോ. അതൊക്കെ പോട്ടെ, താനിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ തൻ്റെ കൂടെ ഈ റൂമിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എൻ്റെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളാം. അതാ എനിക്ക് നല്ലത്. കേശവ പണിക്കർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. താനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ആ റൂമില്ലേ, അത് പണ്ട് യാമിനിയുടെ ബെഡ്റൂം ആയിരുന്നു അത്രേ. അതുകൊണ്ട് അവൾ രാത്രി വരും. യാമിനിയുടെ ബെഡ്റൂമോ? എന്താലോചിക്കുക? താനൊന്ന് പുറത്തിറങ്ങിക്ക്. എനിക്ക് ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യായിരുന്നു. എൻ്റെ അമ്മ, എനിക്ക് വയ്യ. എന്താ, താൻ പോകുന്നില്ലേ? ഞാൻ ഇപ്പോഴേ ഒരു കാര്യം ആലോചിച്ച. എനിക്ക് ഡസ്റ്റ് അലർജിയാ. ഒരു കാര്യം ചെയ്യും, മാഷ് ആ റൂമിൽ പോയി കിടന്നോ. ഞാൻ ഇന്നിവിടെ കിടക്കാം. അതൊന്നും ശരിയാവില്ല. താൻ തന്നെ തൻ്റെ റൂമിൽ പോയി കിടന്നാൽ മതി. ഞാനിവിടെ കിടന്നോളാം. എനിക്കവിടെ ഒറ്റയ്ക്ക് പേടിയാ. രാത്രി ആ യാമിനി വന്നാൽ ഞാനിവിടെ കിടക്കാം, പ്ലീസ്. ശരി, കയറി കിടന്നോ. ഈശ്വര, സ്വപ്നത്തിൽ വരാൻ തുടങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. എന്റെ ഉറക്കം പോയി. ദുഷ്ടൻ കിടന്നുറങ്ങുന്നുണ്ടല്ലേ? എന്തെങ്കിലും കുലുക്കമുണ്ടോ? അതെ, നേരം വെളുത്തു. ഇനിയെങ്കിലും ഒന്ന് കണ്ണു ഉറക്ക്. ഇതെന്ത് ഉറക്കോ? ഇയാൾ ഉറങ്ങുന്ന കണ്ടിട്ട് കൊതിയാവോ ഉറങ്ങാൻ. എന്താ പെണ്ണെ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? മനുഷ്യനെ ഉറക്കം ഇല്ലേന്നോ? ഇന്നലെ രാത്രി തൊട്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പേടിച്ചിട്ട് ഇയാളെ ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? അതങ്ങനെ ബോധം പോയി കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ താൻ? എനിക്ക് ഇന്നലെ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അല്ല, താനെന്തിനാ
എന്നെ വിളിച്ചത്? തനിക്ക് ശരിക്കും ആ യക്ഷിയോട് പ്രണയമുണ്ടോ? തന്നെ കുറ്റം പറയാൻ പറ്റില്ല, ആള് നല്ല സുന്ദരിയായിരുന്നു. എനിക്ക് യക്ഷിയോട് പ്രണയമുണ്ട്, പക്ഷെ അത് യാമിനിയല്ല. അപ്പൊ തനിക്ക് വേറെ യക്ഷികൾ അറിയാവോ? അറിയാം. ഞാൻ പറഞ്ഞ യക്ഷി താനാ. എനിക്ക് തന്നെ ഇഷ്ടമായി. എന്റെ മാഷെ, മനുഷ്യനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശ പറയല്ലേ. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ. ഞാൻ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ താൻ തട്ടുമുറത്തുനിന്ന് എന്നെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തന്നെ ഇഷ്ടമായതാ. പിന്നെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞതും, പിന്നെ താനും തൻ്റെ ബാലയും കൂടെ ചേർന്ന് എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കിയതും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താൻ ഭയങ്കര ഇന്നസെൻ്റാ. താൻ മറുപടി പെട്ടെന്ന് വേണ്ട, നന്നായിട്ട് ആലോചിച്ചിട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ മതി. മാഷ് എന്തൊക്കെയായി പറയുന്നത്? നിങ്ങള് കുറച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് പോവും, പിന്നെ എങ്ങനെയാ? ആദ്യം എനിക്കറിയേണ്ടത് നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നാണ്. എന്നിട്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത്. ആദ്യം നീ എന്നെ ഇഷ്ടമാണെന്ന് പറ, എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. അതല്ലേ നല്ലത്? കല്യാണോ? പിന്നെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കണ്ടേ? നമുക്ക് കുട്ടികളൊക്കെ വേണ്ടേ? എന്ത് കുട്ടികളോ? ഓ, നിനക്ക് ഉടൻ വേണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആയാലും മതി. മാഷ് എന്തൊക്കെയായി പറയുന്ന? എനിക്ക് സ്കൂളിൽ പോണം, ഞാൻ പോവുക. അയ്യേ, അതിന് നീ എന്തിനാ ഇത്രയും നാണിക്കുന്ന? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ? ആര് പറഞ്ഞു ഞാൻ നാണിച്ചെന്ന്? എനിക്കങ്ങനെയൊന്നുമില്ല. ഞാനേ നിങ്ങൾക്ക് മറുപടിയൊന്നും തന്നിട്ടില്ല, ഞാൻ പോവുക. അതെ ടീച്ചറെ, ഞാനിപ്പോഴും വെയിറ്റിംഗ് ആണ്. എനിക്കെല്ലാം മറുപടി അങ്ങ് തന്നിരുന്നെങ്കിൽ. ആദ്യം മാഷ് പോയി കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കും, എന്നിട്ട് മതി ഇങ്ങോട്ടേക്ക്. അപ്പോ ഇന്റർവെല്ലിന് ഞാൻ അങ്ങോട്ട് വരും. എനിക്കെല്ലാം മറുപടി തരണം, കേട്ടല്ലോ? എന്ത് മറുപടി? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ക്ലാസ്സിലേക്ക് പോവുക. ബൈ. ഓർമ്മയില്ലെങ്കിൽ ഇന്റർവെല്ലിനൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തിക്കോളാം. ഈ മാഷിന്റെ ഒരു കാര്യം. സ്കൂൾ വിട്ടല്ലോ, എന്നിട്ടും മാഷ് എന്താ ഇങ്ങോട്ടേക്ക് വരാത്ത? ഇനിയിപ്പോ നേരെ തറവാട്ടിലേക്ക് പൊക്കാണോ? എന്താ ടീച്ചറെ, വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശമില്ലേ? അതോ എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നതാണോ? ഞാനെന്തിനാ ഇയാളെ വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു, അപ്പോഴാ മാഷ് കയറി വന്നത്. ഞാൻ പോവാ. സത്യം പറയടി, നീ എന്നെ കാത്തല്ലേ ഇവിടെ ഇത്രയും നേരം നിന്നത്? മാഷ് എന്താ കാണിക്കുന്ന? ഇത് സ്റ്റാഫ് റൂമാ, ആരെങ്കിലും കണ്ട മാറി നിൽക്കും. എന്നെ കാത്ത നിന്നെന്നുള്ള കാര്യം മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ മാറില്ല. പറ. ആ, ഞാൻ മാഷിനെ കാത്താണ് നിന്നത്. ഞാൻ ഇവിടെ മാറി നിൽക്കും, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? രേവതി, എനിക്ക് തന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും നമ്മുടെ കാര്യത്തിനെ പറ്റി. എന്താ എന്ത് പറയാനുള്ളത്? വേഗം പറയേ. ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ അറിയണം. യാമിനി വർഷങ്ങളായിട്ട് കാത്തിരിക്കുക ഒരു പുനർജന്മത്തിന് വേണ്ടി. നിനക്ക് പറ്റുമോ? ഇല്ലാന്നാണെങ്കിലും ആണെന്നാണെങ്കിലും നീ നിൻ്റെ കൂടെ ഉണ്ടാവും. നിൻ്റെ തീരുമാനം എന്തായാലും നീ നിൻ്റെ ഒപ്പം ഉണ്ടാവും. ഞാൻ ഈ നാട്ടിൽ വന്നത് യാമിനിയുടെ സ്റ്റോറി അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ഇതിൽ ഇങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. അത് നീ കൂടെ അറിയണമെന്ന് തോന്നി. നിൻ്റെ തീരുമാനം എന്താണെങ്കിലും എന്നോട് പറ. ഞാനെന്ത് പറയാനാ? ഈ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കഥ തന്നെ കേൾക്കുന്ന പോലെ തോന്നി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൾക്കതിന് പറ്റിയില്ല. എന്നെ പോലെയല്ലേ അവളും ജീവിക്കാൻ ആഗ്രഹിച്ച്. എനിക്ക് സമ്മതം. അവളുടെ പുനർജന്മത്തിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് എനിക്ക് സമ്മതം. നീ അതിന് സമ്മതിച്ചാൽ നിനക്ക് UK പോകാൻ കഴിയില്ല. ഒരു കുട്ടി ഉണ്ടാകുന്നവരെ നിനക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ എങ്ങും പോകുന്നില്ല. ഇവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് ഞാൻ ഈ നാട്ടിൽ തന്നെ നിന്നോളാം. എന്ത്? ആരെങ്കിലും കല്യാണം കഴിച്ചെന്നോ? പിന്നെ ഞാൻ എന്തോ പൊട്ടനാണോ? ഇയാള് സ്റ്റോറിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് UK പോകില്ലേ? പിന്നെങ്ങനെയാ? സ്റ്റോറിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോയാലും ഞാൻ തിരിച്ചു വരും. പാരൻസിനോട് ഞാൻ എല്ലാം പറയും. എന്നിട്ട് നമുക്കൊരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് പോവും, അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കും. തന്നൊരു മാസത്തേക്ക് ഇവിടെ നിൽക്കാൻ വന്നത് പോലെയാണോ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കുക എന്നുള്ളത്? അതൊക്കെ പോസിബിൾ ആണോ?
ഇപ്പോൾ തനിക്ക് ഇത് കുഴപ്പമില്ലെന്ന് തോന്നും, പിന്നീട് വേണ്ടാന്ന് തോന്നിയാലോ? ഞാൻ നമ്മുടെ കാര്യം എൻ്റെ പാരൻസിനോട് പറയും. അവരുടെ സമ്മതത്തോടെ നമ്മൾ കല്യാണം കഴിക്കും, നന്നായിട്ട് ജീവിക്കും. സൂര്യ, തൻ്റെ പാരൻസ് ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നാട്ടിൽ നിന്ന് പോവില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം തനിക്ക് എൻ്റെ മേലിൽ വിശ്വാസം വരേണ്ട, അത് തനിക്കില്ല. ആദ്യം അതുണ്ടാവട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. താൻ എന്നെ വിശ്വസിച്ചിട്ട് മതി ബാക്കി സംസാരം. ഞാൻ തറവാട്ടിലേക്ക് പോവുക. എന്നോട് പിണങ്ങിയോ? വരുമ്പോഴൊന്നും എന്നോട് സംസാരിച്ചില്ലല്ലോ. മാഷെ, സോറി, ഞാൻ അപ്പോഴത്തേതിൽ ചോദിച്ചു പോയതാ, എന്നോട് ക്ഷമിക്ക്. രേവതി, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. താനൊന്ന് പുറത്തിറങ്ങോ? രേവതി, സോറി, ഞാൻ അറിയാതെ ചോദിച്ചത്. എൻ്റെ ടെൻഷൻ കൊണ്ടല്ലേ. എന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യില്ല. എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കരുത് പ്ലീസ്. ഇല്ല രേവതി, നിനക്കെന്നെ പൂർണ്ണ വിശ്വാസമായിട്ട് ഞാൻ നിനക്ക് പറ്റിയ ആളാണെന്ന് തോന്നിയാൽ മാത്രമേ ഇനി നമ്മൾ തമ്മിൽ എന്തോ ഉള്ളൂ. എനിക്ക് നിങ്ങളെ വിശ്വാസം. ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. പ്ലീസ്, എന്നെ അവോയ്ഡ് ചെയ്യില്ല. എന്നോട് സംസാരിക്കുക. എന്നോട് പണിഞ്ഞാൽ എനിക്ക് വിഷമാവും. ഞാൻ നിന്നോട് പണിഞ്ഞാൽ നിനക്ക് വിഷമാവോ? എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള പേരിൽ ഞാൻ ചോദിച്ചതല്ലേ. ഞാൻ നിങ്ങളൊന്നും ചോദിക്കില്ല. എനിക്ക് നിങ്ങളെ വിശ്വാസം. എന്നാ എനിക്കൊരു ഉമ്മത നോക്കട്ടെ. അയടാ, തട്ടുപുറത്ത് തൻ്റെ യക്ഷി കാണാം, അവിടെ പോയി ചോദിക്കും. നീ പ്രശ്നമാകാൻ പോവുക. ബായ്. ഇത്ര നേരം ഇവിടെ നിന്ന് മോങ്ങിയിട്ട് കൊള്ളി. ശരിക്കും ഇവളാണെന്ന് തോന്നുന്നു യക്ഷി. രാവിലെ തന്നെ പുറത്തേക്ക് നോക്കി എന്താ ആസ്വദിക്കുക? ആഹാ, താൻ എഴുന്നേറ്റോ? പുറത്ത് നല്ല മഴയാ, അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ശരിയാ, ഇന്ന് രാവിലെ മഴ തുടങ്ങിയല്ലോ, നല്ല തണുപ്പുണ്ട്. മാഷെ, ശരിക്കും ഈ മഴ കാണുമ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മ വരുക. ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, അച്ഛനും അമ്മയും കളിക്കും. നല്ല രസമായിരുന്നു. എന്ത് ചെയ്യാനാ? കഞ്ഞിയും കറി, അച്ഛനും അമ്മയും, ഇതൊക്കെ എന്ത് കളിയാ? എനിക്കിതൊന്നും അറിയില്ല. അതൊക്കെ ഞങ്ങൾ നാട്ടിൻപുറത്തുള്ള പിള്ളേരുടെ കളികളാ. നിങ്ങൾ UK കിഡ്സിന് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ചെന്ന് ഫ്രഷ് ആയിക്കോ. എന്നാ നമുക്കിന്ന് അച്ഛനും അമ്മയും കളിച്ചാലോ? എന്ത്? നമുക്കിന്ന് തറവാട്ടിൽ കല്യാണം കഴിച്ച് അച്ഛനും അമ്മയും കളിച്ചാലോ? മാഷെ, എന്തു പറ്റി? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഈ തറവാട്ടിൽ നമ്മളുടെ മാത്രം നമ്മുടെ കല്യാണം ഈ യാമിനിയെല്ലാം സാക്ഷി നിർത്തി നമുക്ക് കല്യാണം കഴിക്കാം. എന്താ, സമ്മതമാണോ? മാഷ് ഇതൊക്കെ കാര്യമായിട്ട് പറയുന്നതാണോ? ശരിക്കും ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം. താൻ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി സുന്ദരിയായിട്ടിരുന്നു. അതെ, ഞാൻ ശരിക്കും സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് വരും. ആന്നേ, ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം. ആഹാ, എന്നാ ഞാൻ വേഗം റെഡിയായിട്ട് വരാം. പനിമത്തി മുഖി പനിമത്തി മുഖി ബാലേ പത്മനാഭനിൻ പനിമത്തി മുഖി ബാലേ പത്മനാഭനിൻ. എന്താ? കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇനി ആദ്യ രാത്രിയില്ലേ? അയ്യടാ, ഞാനൊന്നുമില്ല. നിക്കടി അവിടെ. മാഷെ, വേണ്ട കേട്ടോ. അതെങ്ങനെയാ ശരിയാവുന്ന? കല്യാണം കഴിഞ്ഞില്ലേ?
അങ്ങോട്ടേക്ക് ഒരിക്കലും തിരിച്ചെടുത്തെന്ന് ഞാൻ കരുതിയത്. അവൻ ഇതിനകത്ത് തന്നെ ഇല്ലേ? ആൻറ്റി, അവൻ അകത്തുണ്ടാവും ചിലപ്പോൾ. വന്ന് വാതിൽക്ക് നിൽക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ വന്നത്. അവനോടൊന്ന് വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നീ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ദേ, നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. എല്ലാം അറിഞ്ഞിട്ടും അവൻ ഇന്ന് വരുന്നു പറഞ്ഞപ്പോൾ സമ്മതിച്ച് വിട്ടേക്കുക. ഞാനൊന്നും പറയുന്നില്ല. അല്ല, രണ്ടും എന്ത് നോക്കി നിൽക്കുക? അകത്തേക്ക് കയറണ്ടേ? അവനെ വിളിച്ചു നിർത്ത്. ഈ ഡോർ അവൻ ലോക്ക് ചെയ്തിട്ടില്ല. അകത്തേക്ക് കയറി പോര് രണ്ടുപേരും. ഇവിടെ ഒച്ച അനക്കൊന്നുമില്ലല്ലോ. ഇനി അവൻ ഇവിടെ അല്ലേ താമസം? അങ്കിള് സമയം നോക്കിയേ 6 ആവുന്നതേ ഉള്ളൂ. അവൻ ഇവിടെ ഏതെങ്കിലും റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. നമുക്കാദ്യം ആ റൂം കണ്ടുപിടിക്കാം. ഈശ്വര, ഇവൻ എന്താടാ വാലോറും തടച്ചത്? അതിനകത്ത് അവനുണ്ടോ? എന്നാ തുറക്ക്. അത് ആൻറ്റി, അവൻ ഉറങ്ങിയില്ലേ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അവൻ്റെ ഒരു ഉറക്കം. ഇങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ തുറന്നവനെ എണീപ്പിച്ചോളാം. ഇതാരാ കൂടെ? എന്താ രണ്ടു മുഖത്തോട് നോക്കി നിൽക്കുന്ന? അവൻ എണീറ്റില്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതിനെപ്പറ്റി വല്ല നേരത്തെ അറിയായിരുന്നോ? സത്യമായിട്ടോ ആൻറ്റി, എനിക്കറിഞ്ഞൂടാ. ഞാൻ 2 ദിവസം മുന്നേ വിളിച്ചപ്പോൾ പോലും അവൻ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും എന്നോടും വിളിക്കുന്നവരെ ഈ കാര്യം അവൻ പറഞ്ഞിട്ടില്ല. ഹലോ, ഇതെന്തോ ഉറക്ക? എഴുന്നേക്കുന്നില്ലേ? നമുക്ക് സ്കൂളിൽ പോണ്ടേ? പോണം. സമയം ഇത്രയായി. 7 ആവാൻ പോവാ. എണീക്ക്. ഈശ്വര, 7 മണിയായോ? ഇന്നലെ സ്കൂളിൽ പോയതിന് ഇന്ന് എന്തായാലും കിട്ടും പ്രിൻസിപ്പളിൻ്റെ. എന്നാ നമുക്ക് ഇന്നും പോണ്ട. ബാ, കെട്ടിപ്പിടിച്ച് കിടക്കാം. എന്നും പോയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോവേണ്ടി വരില്ല. എനിക്കിപ്പോൾ ഫ്രഷ് ആവും മാഷെ. ശരി മാഡം. അല്ല, ഇവരൊക്കെ ആരാ? ഫ്രഷ് ആവാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? എന്തുപറ്റി? അല്ല മാഷെ, ഇവരൊക്കെ ആരാ? എനിക്കറിയില്ല. ആരൊക്കെ? നീ എന്തൊക്കെയായി പറയുന്നത്? എവിടെ? ഈശ്വര, ഇവരെപ്പോ എത്തി? ആ അളിയ, ഓർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ നോട്ടം കണ്ടാലറിയാം എന്നെ വെട്ടിക്കേറി 4 അടുപ്പിൽ വെക്കുമെന്ന് തോന്നുന്നേ. എന്ത് പറ്റി? ഇവര് ആരാ? സൂര്യ, അവൾക്ക് പറഞ്ഞു കൊടുക്ക് ഞങ്ങളൊക്കെ ആരാന്ന്. അമ്മ, അത് നിങ്ങൾ എപ്പോഴാ വന്നത്? അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇതാരാടാ? ഈ കാര്യം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? സ്റ്റോറി എഴുതാനെന്നും പറഞ്ഞു വന്നത് ഇതിലാണല്ലേ? മോശം. എൻ്റെ അച്ഛ, നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല ഞാൻ. ശരി, ഞങ്ങൾ കരുതുന്ന തെറ്റ. എന്നാ ശരിയായിട്ടുള്ള കാര്യം നീ ഞങ്ങൾക്ക് പറഞ്ഞതാ. നിന്റെ കാമുകിയാണെന്ന് പറഞ്ഞ് കള്ളം പറയരുത്. 2 ദിവസം മുന്നേ വരെ അങ്ങനെ ഒരാളില്ലായിരുന്നു നിനക്ക്. ശരിയാ, ഇതെന്റെ കാമുകിയല്ല, എൻ്റെ ഭാര്യയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ സമാധാനമായിട്ട് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് നിങ്ങൾ പറ. സ്റ്റോറി എഴുതി തീർന്നതിന് ശേഷം നിങ്ങളെ വന്ന് കണ്ട് ഇതൊക്കെ പറയാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? ഇവൻ പറഞ്ഞത് സത്യമാണോ മോളെ? നീ ചന്ദ്രന്റെ മോളാണോ? അതെ. അയാൾക്ക് ശരിക്കും മനുഷ്യത്വമുള്ള സാധനം ഇല്ലാത്തതാ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഇവളെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോവാം. നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട മോനെ. വേഗം നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല അമ്മ. ഞാനെല്ലാം പറഞ്ഞതല്ലേ. അതൊക്കെ ശരി. പക്ഷെ നിങ്ങൾ രണ്ടൊരു ഒറ്റയ്ക്ക് ഒരിടത്ത് അത് ശരിയാവില്ല. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ മാറി താമസിക്കണം. അത് പ്രസാദേട്ടൻ പറഞ്ഞ കറക്റ്റ്. രണ്ടുപേരെയും ഒരിടത്ത് നിർത്താൻ ഇനി കഴിയില്ല. ഒന്നില്ലെങ്കിൽ വേഗം നിങ്ങൾ കല്യാണം കഴിക്കേ. സൂര്യ, ഇവരാരൊക്കെയാ? കയറിപ്പോര്. ഇവരൊക്കെ എൻ്റെ പാരൻസാ. ഇന്ന് രാവിലെ ഇവരെത്തിയേ. അത് ശരി, ഇവരിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവൾക്ക് പനിയല്ലേ എന്ന് കരുതി എൻ്റെ പെങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവരിവിടെ ഉണ്ടല്ലോ. എന്നാ ശ്രുതി ഇവിടെ കൊണ്ടുവന്നോ? ശരിക്കും എൻ്റെ അവിടെ? ഹായ് ചേച്ചി, എനിക്ക് ഇന്നലെ സമാധാനം തന്നിട്ടില്ല. ചേച്ചിക്ക് വയ്യ, ഒന്ന് അവിടെ വരെ പോകണം, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ നിനക്ക് നല്ല പനി ഉണ്ടായിരുന്നല്ലോ. അപ്പം നിനക്കൊരു കൂട്ടിന്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഇല്ലേ? ഏതായാലും നിങ്ങൾ വന്നതല്ലേ, ഇനിയിപ്പോൾ ഇവരുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ആരുടെ കല്യാണം? അത് ശരി. അപ്പോ ഈ രണ്ടെണ്ണത്തിന്റെ കാര്യം ഈ കൂട്ടുകാരനെ അറിയില്ലേ? രണ്ടും കല്യാണം കഴിക്കാൻ പോവുക. ഓ,
അപ്പോൾ അവിടെ വരെയൊക്കെ എത്തിയോ കാര്യങ്ങൾ? ഞാനിതൊന്നും അറിഞ്ഞില്ല. നിനക്കെന്നോട് പറയായിരുന്നു രേവു. അത് പിന്നെ ബാല, എല്ലാം പെട്ടെന്നായിരുന്നു, അതാ. ബാല, നീ ഫ്രീ ആകുമ്പോൾ എൻ്റെ പാരൻസിനെയും കൊണ്ട് ആ കേശവ പണിക്കാരുടെ അടുത്തൊന്നു പോവോ? ഞങ്ങളുടെ കല്യാണത്തിന് ഡേറ്റ് നോക്കാനാ. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ കൊണ്ടുപോയിക്കോളാം. പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഇങ്ങനെ പോവാൻ മോനെ നമുക്ക്. ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെ എൻ്റെ അഭിപ്രായം. നമുക്ക് ഇന്ന് തന്നെ പോയി നല്ലൊരു ഡേറ്റ് നോക്കാം, എന്നിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. അങ്ങനെ അവർ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയി. ഇനി നമ്മളെന്താ ചെയ്യുക? അല്ല, ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. ഹായ്, പേരെന്താ? ഇതേതാ ഈ കാട്ടുകോഴി? നിന്നോടാ ഞാൻ ഹായ് പറഞ്ഞ, നിനക്കെന്താ നാക്കില്ലേ? പേരെന്താന്ന് ചോദിച്ചത് കേട്ടില്ലേ നീ? സോറി ചേട്ടാ, എനിക്ക് നാക്കില്ല, ഞാൻ ഓമയാ. അയ്യോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഊമയാണല്ലേ. സാരല്ല, പോട്ടെ, എല്ലാവർക്കും എല്ലാം കാണില്ലല്ലോ. പൊട്ടൻ, ഇവനെക്കൊണ്ട്. ഞാനിവനും സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാം. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ലീവിന് എഴുതി കൊടുക്കാം. നിന്നെയും കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു, പക്ഷേ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ ഇവനിവിടെ നിന്ന് ശരിയാവില്ല. ആ കൊച്ചിൻ്റെ കാര്യം അത് കഷ്ടത്തിലാവും. ഡാ കോഴി, ബാ പോയിട്ട് വരാം. ഇവനെ ഞാനിന്ന് ഏതായാലും പോയിട്ട് വരാം. നമുക്ക് വന്നിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. ഓ വേണ്ടായേ. ശ്രുതി വാ, നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? മാഷ് വന്നെന്ന് തോന്നുന്നു. ഞാനങ്ങ് പോയി നോക്കട്ടെ, നീ ഇവിടെ ഇരിക്കേ. മാഷെ, അയ്യോ അച്ഛൻ. നീ എന്താണ് കരുതി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ? സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, എന്നെ വിട്ടേക്ക്. നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുമല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോളാം. ഞാൻ നിങ്ങളോട് വരില്ല. എനിക്ക് നിങ്ങൾ പറയും പോലെ ജീവിക്കണ്ട. ഞാനിപ്പോ പഴയ പോലെ അല്ല, ഞാൻ വേറൊരാളുടെ ഭാര്യ. എന്റെ കല്യാണം കഴിഞ്ഞു. ഇനി എന്നെ വെറുതെ വിട്ടൂടെ നിങ്ങൾക്ക്? നീ എന്താ പറഞ്ഞ? നിന്റെ കല്യാണം കഴിയുന്നു? എന്നോട് വെറുതെ കള്ളം പറയരുത്. ഞാൻ വിചാരിച്ച പോലെ നിന്നെ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ശവം കൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിന് തന്നെ ഒന്നിൽ ജനിക്കണം. തന്നെ നമ്മളെ തൊട്ട് നോക്ക്, അവളിപ്പോ എന്റെ ഭാര്യയാ. ഇതാണ് നിന്റെ ഭർത്താവ്? എന്താണ് നോക്കി നിൽക്കുന്ന? തല്ലിക്കൊല്ലടാ അവനെ. ഹേയ് മിസ്റ്റർ, ഞങ്ങൾ തല്ലാൻ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവോ? തന്റെ പ്രായത്തിന്റെ ബഹുമാനിക്കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈശ്വരാ, മാറി നിൽക്കട, ഇവനെ ഞാൻ തന്നെ തല്ലിക്കൊല്ലാം. നിനക്ക് എന്റെ മോളെ തന്നെ കിട്ടണമല്ലേ? പ്ലീസ് വേണ്ട. യാമിനി, എന്തോടെ നോക്കുന്ന? നിനക്ക് എന്റെ മോളെ തന്നെ വേണമല്ലേ? എന്താ ഇത്? മുമ്പ് ഞാൻ സുമിത്രയുടെ കാര്യത്തിൽ നിനക്കൊരു അവസരം തന്നതാ, പക്ഷെ നീ നന്നായില്ല. ഇനി നിന്നെപ്പോലൊരു ജന്മം ഈ ഭൂമിയിൽ വേണ്ട. സ്ത്രീക്ക് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയണം. അതിന് നീ ഇവിടെ നിന്ന് പോകണം. എന്നൊന്നും ചെയ്യരുത്, ഞാൻ പൊക്കോളാം. അയാളെ ചോദിച്ചു വാങ്ങിച്ച ശിക്ഷയായത്. വേണ്ട, എന്നെ വിട്. ഈശ്വരാ, ദേവി, പേടിയാണ്. പേടിക്കണ്ട, എൻ്റെ അടുത്ത് ചേർന്ന് നിന്നു. ഇനി നിന്നെ പോലൊരു വൃത്തിയുടെ ജന്മം അത് ഈ ലോകത്തുണ്ടാവില്ല. പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇന്ന് എന്റെ പാട്ടിനെ വിടാൻ. രേവതി, നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഷെ. അയാളെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, അയാൾ മനുഷ്യനല്ല. സോറി. ഒരുപാട് വേദനിക്കുന്നുണ്ട്, ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ. സോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവന്റെ തലക്കിട്ടാണോ അയാൾ അടി കൊടുത്ത? അവൾ എന്താ ചോദിക്കുന്നത്? ഇവൻ എന്താ ചെയ്യുന്നത്? ഇവന് വട്ടായോ? മാഷെ, ഇനി സോറി താങ്ക്സ് ഒക്കെ നമുക്കിടയിൽ പറഞ്ഞ
ഇതിനേക്കാളപ്പുറം ഞാൻ നിന്നെ ചെയ്യും, മനസ്സിലായോ? പക്ഷെ എന്തായത് അവരൊക്കെ നമ്മൾ നോക്കുക, മിണ്ടാതിരിക്കും. ഇതെന്തുവാണ് മക്കളെ? ഞങ്ങളൊന്ന് ജാതകം നോക്കാൻ പോയപ്പോഴത്തേക്ക് ഈ വീട് നിങ്ങൾ മറച്ചു വെച്ചോ? എന്താ ഉണ്ടായ? ആ സമയത്ത് ഞാനും കൂടി ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2 കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ സാധിച്ചില്ല. ഏതായാലും അയാളുടെ കാര്യം കഴിഞ്ഞല്ലോ, അത് മതി. എന്നാലും സ്വന്തം മോളെന്ന് പോലും നോക്കാതെ അയാൾ ഇത്ര ക്രൂരനായിട്ട് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവന് മനുഷ്യത്വവും മനുഷ്യപ്പറ്റൊന്നും പണ്ടേ പറഞ്ഞിട്ടില്ല. ഒരു വല്ലാത്ത ജന്മോ. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല. ഓർക്കുമ്പോ എനിക്ക് എന്നെ അറപ്പ് തോന്നുക. അയാൾ ഈ ലോകത്തുനിന്ന് പോയി, ഇനി നമുക്ക് അയാളെ പറ്റി സംസാരിക്കേണ്ട. രേവതി, താൻ ഓക്കെ അല്ലേ? നമുക്ക് വേണമെങ്കിൽ മാരേജ് കുറച്ച് മാറ്റി വയ്ക്കാം. ചേച്ചി ഓക്കെയാ. നമ്മൾ വെറുതെ അയാളെ പറ്റി സംസാരിച്ച് മൂഡ് ഓഫ് ആക്കിപ്പിക്കാതിരുന്നാ മതി. എടി പുല്ലേ, നിന്റെ വായിക്കകത്ത് നാക്കുണ്ടല്ലേ, എന്നിട്ടാണല്ലേ നീ ഊമയാണെന്ന് കള്ളം പറഞ്ഞത്? താൻ എന്തൊരു പൊട്ടനാടോ? ഏതെങ്കിലും ഊമ സ്വന്തമായിട്ട് പറയോ ഞാൻ ഊമയാണെന്ന്? എടി പാവല്ലേ, തനിക്കൊരു ജീവിതം തരാമെന്ന് ഞാൻ കരുതിയപ്പോൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ആര് ജീവിതം തരാന്? താനോ? അല്ലെങ്കിൽ ഞാൻ കോഴിക്കൂട്ടി കിടക്കാറില്ല. പറ്റിയ സാധനം. ഹോ, 2 മിണ്ടായിരുന്നില്ലെങ്കിൽ 2 പിടിച്ച് ഞങ്ങളങ്ങ് കെട്ടിക്കും, മനസ്സിലായോ? അച്ഛൻ്റെ സുന്ദരി എന്നാ ഇനി പുറത്തേക്ക് വരുന്നേ? എന്റെ പൊന്നു മാഷെ, അതിന് ഇനി 3-4 മാസം ഉണ്ടല്ലോ. അനങ്ങുന്നുണ്ട്. എവിടെ കേക്കട്ടെ? ഇവളുടെ ഒരു ചവിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എത്ര ദിവസമായിട്ട് കാത്തിരിക്കുക. ഞങ്ങൾ പറയുന്നതും ഇവൾ അനങ്ങത്തില്ല. അവളുടെ ഒരു അനക്കം കാണാന്ന് വിചാരിച്ചാ അവൾ അവളുടെ അച്ഛന് മാത്രമേ അനങ്ങി കൊടുക്കൂ. മര്യാദയ്ക്ക് അന്നേ എസ് പറഞ്ഞതെങ്കിൽ ഇപ്പൊ ഇതുപോലൊരെണ്ണം വയറ്റിനകത്ത് കിടക്കൂലായിരുന്നോ? നമുക്ക് ആലോചിക്കാം, സമയമുണ്ടല്ലോ. എടി ശരിക്കും എന്തോന്നടേ, അവളുടെ ഏട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ? അളിയൻ മാത്രം ഇവിടെ സിംഗിൾ ആയിപ്പോയി. സാരമില്ല, എനിക്കൊരു പെങ്ങളുണ്ട്, വേണമെങ്കിൽ ഞാൻ അവളെ സെറ്റാക്കി തരാം. എന്തു പറയുന്നു? ഓ, നിനക്ക് പെങ്ങളുണ്ടോ? കാണാൻ എങ്ങനെയാ ആള്? കാണാനൊക്കെ എന്നെ പോലെ സുന്ദരിയ, എൻ്റെ ഫീമെയിൽ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓ, കാണാൻ നിന്നെ പോലെയാണോ? എന്നാ എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പാവല്ലേ. കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇയാളിങ്ങനെ മൂത്ത് നരച്ച് പോകത്തേ ഉള്ളൂ, അല്ല പിന്നെ. ഈ ഏട്ടൻ്റെ ഒരു കാര്യം. കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, ഹൃദയം തഴുകും പ്രണയ കനവായി നീ ദേവി. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, ഹൃദയം തഴുകും പ്രണയ കനവായി നീ. കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. ഒരു പൂ മാത്രം ചോദിച്ചു. അച്ഛൻ്റെയും മോളുടെയും അനക്കമൊന്നുമില്ലല്ലോ. രണ്ടാളും എവിടെ പോയി? അച്ചുടാ, 2 പേരും അമ്മയെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയോ? ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാ. ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം. ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ എനിക്ക് ഈ ജീവിതം തന്നതിന്. ഈശ്വര, പേടിച്ചു പോയല്ലോ. എന്തോ മാഷ ഇത്? ഒറ്റയ്ക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാ? ഞാൻ നിന്നെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയോ? വെയിറ്റ് ചെയ്ത് അവസാനം ഞാൻ ഉറങ്ങിപ്പോയി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ കണ്ടുമുട്ടിയത്, പിന്നീട് നമ്മുടെ ലൈഫിൽ നടന്നത്. മാഷിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ ജീവിതം ഇത്രയും മനോഹരമാക്കി തന്നതിന്. താങ്ക് യു. കഴിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിടയിൽ താങ്ക്സും സോറി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഓക്കെ സോറി. അല്ല, മാഷിൻ്റെ നോവല് ഭയങ്കര ഹിറ്റായല്ലോ. ഇനി അടുത്ത പരിപാടി? ഞാൻ അടുത്തൊരു നോവൽ എഴുതിയാലോ എന്ന് ആലോചിക്കുക. പേര് യക്ഷിയും ഞാനും. അല്ലല്ല, തട്ടുംപുറത്ത് യക്ഷിയും ഞാനും. എങ്ങനെയുണ്ട്? ഓ, അതിലെ തട്ടുംപുറത്ത് യക്ഷി ഞാനായിരിക്കും അല്ലേ? അല്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കാമെന്ന് എന്നെ
എന്നെ വേണാതിരിക്കും, ഞാൻ പോവാ. അവിടെ നിൽക്കടി. പക്ഷെ എന്താ ഇത്? താഴെ വിട്. തൽക്കാലം വിടാൻ ഉദ്ദേശമില്ല.